അല്ല ഗൈസ് എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതാണ് ഗൈസ് നോക്കൂ, ഫൈനലി നമ്മളങ്ങനെ ഇന്നാണ് ഇവിടെ ഏറ്റവും നേരത്തെ വരുന്നത്. അതായത് സർദാർജി കട തുറന്ന അപ്പം തന്നെ ഞങ്ങൾ എത്തിപ്പോയി. കട തുറന്ന് നമ്മൾ എത്തിയില്ലേ ഐസ് കട തുറന്നപ്പോൾ തന്നെ ഞങ്ങൾ എത്തി. പുള്ളിയോടെ കുത്തിക്കൊണ്ടിരിക്കുന്ന ഐസ് പുള്ളി വെള്ളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ട്രക്ക് ഇത് ഈ കാണുന്ന ഇവിടെയാണ് കിടക്കുന്നത്. അതായത് ഈ കാണുന്ന ഒരു ബൗണ്ടറിക്കകത്ത് എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഡീസലും ഉണ്ട്, ബാറ്ററി ഉണ്ട്, സ്റ്റാർട്ടർ ഉണ്ട്, അങ്ങനെ all items in vehicle in running condition. അതായത് ഇവിടെ people are coming in the വണ്ടിയിലെ സാധനമൊക്കെ അടിച്ചോണ്ട് പോകും. ലാസ്റ്റ് ഉടുതുണിക്ക് മറുതുണിയില്ല കിടക്കേണ്ടി വരും ഗൈസ്. അതാണ് യാഥാർത്ഥ്യം. അപ്പം നമ്മുടെ വണ്ടീനെ അവിടെ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ രാവിലെ നമ്മൾ അവിടുന്ന് വണ്ടി എടുത്തിട്ട് വേണം ഇന്നത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാൻ വേണ്ടി. അപ്പോൾ അതിനു വേണ്ടിയുള്ള പരിപാടിയും സംഭവങ്ങളൊക്കെ പുള്ളിക്കാരൻ ചെയ്യാൻ. കേസ് പറയട്ടെ, നീ പറയടാ കുട്ടാ, നമുക്ക് ഇങ്ങനെ തന്നെ ഓടിച്ചോണ്ട് പോയാലോ? അതിനാ ബാക്കി സാധനമൊക്കെ വേക്കോട്ടിടാം. അത് വെക്കാൻ വേണ്ടി പാടും. ഇവിടെ നല്ല സെറ്റ് ചെയ്തിട്ട് പോടാം, അല്ലെങ്കിൽ എന്തെങ്കിലും കുറവൊക്കെ ഉണ്ടാവും. ശരി. അതായത് ഗൈസ് സത്യം പറയട്ടെ, ഞാൻ വീഡിയോ എടുക്കുന്ന ട്രൈപോഡ് എടുക്കാൻ മറന്നുപോയി. അങ്ങനെ ട്രൈപോഡ് ഇല്ലാതെയാണ് ഇന്ന് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. സംഭവിച്ചത് എന്നാന്ന് വെച്ചാൽ ഞാൻ ഇവരും ധൃതിയിൽ ഇറങ്ങി വന്ന കേട്ടോ പരിപാടി പാലിപ്പോയി. രാവിലെ വണ്ടി ഇനി ഇപ്പം ഇങ്ങോട്ട് കൊണ്ടുവരണം, അവിടെ ഇട്ടാക്കുവാണ്. ഞാൻ പറഞ്ഞു, അതായത് ഇവിടെ കള്ളന്മാരുണ്ട്. ഡീസൽ, പിന്നെ സ്റ്റാർട്ടർ, ബാറ്ററി, ഉടുതുണിക്ക് മറുതുണി ഇല്ലാതാക്കി കളയും. ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. ഇപ്പം ഭയങ്കരമായിട്ട് കൂടി. പണ്ട് ഇത്ര ഇല്ലായിരുന്നു. ഇപ്പൊ പല സ്ഥലത്തും ഇത് ആൾക്കാർക്ക് ഭയങ്കര പേടിയായിരുന്നു. ഒരു പേടിയില്ല. എന്തില്ല ഇപ്പൊ പട്ടപ്പകൽ ആൾക്കാർ ചെയ്യുന്നു. എന്താ പറ്റിയെന്ന് അറിയത്തില്ല. ജനങ്ങളുടെ ആകെ മെന്റാലിറ്റി മൊത്തത്തിൽ മാറിപ്പോയി അല്ലേ ഗൈസ്. ഇനി സർദാർജി പറഞ്ഞു സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങോട്ട് എടുക്കാൻ വേണ്ടി. ഞാൻ എടുത്താലോ പോയിട്ട്? ഏതാ ചോദിക്കും. നിങ്ങൾക്ക് സ്റ്റാർട്ടാക്കാൻ പറ്റുന്നില്ല, അതല്ലേ വിഷയം. ഓടാവേ ഗൈസ്. സാധനത്തിന് ക്ലച്ചിന് എന്തോ കുറവുണ്ട് കേട്ടോ. രാവിലെ തന്നെ ഇവർ എല്ലായിടത്തും ഹായ് ഭയ്യ ഗൈസ്. രാവിലെ തന്നെ ഇവർ ഇവിടെ ഈ സാധനമൊക്കെ കത്തിക്കും. പിന്നെ അതിന് ശേഷം സർദാർജി രാവിലെ പോലെ തുടങ്ങിയതാ. പാനിയേനാ പാനിയേ नहीं नहीं नहीं, ये पीने के पानी है एवरीडे मेकिंग. हाँ क्वार्टर. हाँ എല്ലാവരും ഈ ഐസ് മേടിച്ചാട്ടോ ഇവിടെ കഴിക്കുന്നത്. നമ്മൾ വിചാരിച്ച പോലെ ആ സാധനം ഇത് പുള്ളിക്കാരൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഐസാണ്. ഗർക്കായ ദുക്കാൻകായ? ആ ഗർക്കായ കേട്ടോ, വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കേട്ടോ. അച്ഛനെ അതായത് കടയിൽ നിന്ന് മേടിക്കുന്ന കൊള്ളൂലെന്ന് പറയുന്നത്. നമ്മുടെ സുഗുണപ്പൻ്റെ ടി വി ശരിയാത് നന്നായി. ഞാൻ ഇവിടെ പ്രാഗി ആ ടി വി ഇരുത്തിയതാട്ടോ ഇന്നലെ കാണിച്ച ടി വി. അത് വെച്ച് കഴിഞ്ഞാൽ അവിടെ വീഡിയോ എടുക്കൽ നടക്കൂല. അപ്പം आपका टीवी रेडी है? टीवी अच्छा കണ്ട ആ പ്രാഗും കൂടെ ഏറ്റു, സൗണ്ടും പോയി. കണ്ട കാരണം മനുഷ്യനോട് ജീവിക്കാൻ പറ്റുന്ന അവസ്ഥയായിരുന്നു. ലാസ്റ്റ് അതും കൂടെ ഞങ്ങൾ പ്രാഗി ഇരുത്തി. ടി വി കേട്ടോ. സന്തോഷം ടിവിയുടെ കാര്യം. ആ ടി വി 3 ഇനി ഉണ്ടെന്നാ പറഞ്ഞത്. ഇവിടെ അത്യാവശ്യം വൃത്തിയുള്ള. ഓ इधर ही है नया वाला ले लो भैया. वो नया नया है? उसका स्पीकर खराब हो गया. अच्छा इधर ही दो ही है ना. അപ്പോൾ ഇവർ പുതിയത് കണ്ട എന്നാ പറയുക? അല്ല ഇവർ അത് ഓരോരുത്തർ ഇതനുസരിച്ചല്ലേ പിന്നെ കാര്യങ്ങൾ. ഇത് പുള്ളിയുടെ സ്വന്തം കടയാട്ടോ. घर किधर है? किधर घर इधर ही है? മറിക്കടാ. ആ ഇവിടെ കേറ്, ഇതിന്റെ താഴെ ഇത്. ओ ये हाँ एड़ा 2 फ्लोर है इधर. वो गाड़ी पीछे आएगा. हाँ इधर घर, ये घर है ना. हाँ ये घर है. ये गाड़ी आने के लिए ये आपका है? चाचा का. हाँ चाचा का गाड़ी है. എല്ലായിടത്തും ഒരു ചേതൊക്കെ ഉണ്ടാവും. തുളസിത്തറയാന്ന് തോന്നുന്നു. തുളസിത്തറ. ആ എടാ ഞാനിങ്ങനെ സംഭവം ഉണ്ടെന്നില്ല, മതിലിൻ്റെ ഉള്ളിലായിരുന്നു. ഇവർ കഴിഞ്ഞ ദിവസം 2 ദിവസം പുറത്തിറങ്ങി പോകുന്നുണ്ടായിരുന്നു. ये आपका बच्चा है? नहीं भाई का, एक बहन का है. अच्छा अब കൂട്ടുകുടുംബം കേട്ടോ. സർദാർജി മേ ഇതർ ഹി ഹൈ ഗൈസ്. ഗൈസ് അതായത് പിന്നെ കൂട്ടുകുടുംബമായിട്ട് ഇവിടെയൊക്കെ അങ്ങനെയാണ്. ചേട്ടനനിയന്മാരൊക്കെ ഒരുമിച്ചാണ്. നമ്മുടെ നാട്ടിലാണ് എല്ലാവരും വേർതിരിഞ്ഞ് താമസിക്കുന്നത്. ഇപ്പം എന്തായാലും കാനിലൊക്കെ റെഡി ആയി വരട്ടെ, എന്നിട്ടാണ് കഴിക്കാൻ എന്തെങ്കിലും കഴിക്കണം. മൊത്തം ജീവിക്കുന്ന ഈ ഒരു ഹോട്ടലും കൊണ്ടാ. हाँ आपका भैया आपका पूरा फैमिली का इनकम यही है? ये दुकान है? ये माई ये काम मेरा है होटल वाला. हाँ स्पेयर पार्ट पापा का है. अच्छा स्पेयर वाल सा पापा का. पापा का एक काम करेगा ये बिजनेस है. ये आप
ഗൈസ് എന്തായാലും കാര്യങ്ങൾ നടക്കട്ടെ. ഞാനൊരു കുപ്പി വെള്ളം എടുക്കാണ്ട് വന്നതാണ്. ഞങ്ങൾ 2020 മുതൽ ഈ കടയിൽ ഓരോ സാധനങ്ങൾ മേടിക്കാണ്ട് വരും. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല. പല സ്ഥലത്തും പല കാര്യങ്ങളൊക്കെ ഇവിടെ നിന്നൊക്കെയാണല്ലോ. ഈ പത്താംകോട്ടാണ് ഇതിൻ്റെയൊക്കെ ട്രെയിനിങ് ഏരിയകൾ. പല സ്ഥലത്തോട്ട് വെള്ളം എടുക്കാണ്ട് ഇപ്പോൾ എന്തായാലും വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഉള്ളിൽ വരട്ടെ കേട്ടോ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. യഥാർത്ഥി അങ്ങനെ തുടങ്ങുകയാണ് ഇന്നത്തെ ദിവസത്തെ പരിപാടി. ക്ലാസ്സിൽ നോക്കി തലപ്പാവ് കെട്ടി ഇനിയിപ്പം പരിപാടി തുടങ്ങാൻ വേണ്ടി ഇറങ്ങുകയാണ്. വണ്ടി അവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവരും. ഇവിടുന്ന് പരിപാടിയും സംഭവം ചെയ്യും. ശിഷ്യനും റെഡിയായി നിൽക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് അവിടുത്തെ ചേട്ടൻ വീഡിയോ അമ്മണീനെ വിളിച്ചോണ്ടിരിക്കുക. പിഴച്ചവനെ കൊണ്ടൊന്നും ഒരു രക്ഷയില്ല. അവിടെ തൊണ്ടപ്പൻ ഇരിക്കുന്നുണ്ടോ? തൊണ്ടപ്പൻ മറ്റേ ഇതാ മറ്റേ ഡേറ്റിംഗ് ആപ്പ് വഴി 100 രൂപ അയച്ചു കൊടുത്തിട്ട് 200 വയസ്സ് എന്നവർക്കല്ലേ ഇതിനോട് ഭയങ്കര പ്രിയം. ആന്ന് എല്ലായിടത്തും ഈ തൊണ്ടന്മാർ. നിങ്ങളുടെ എന്നിട്ട് ഈ തൊണ്ടന്മാർ എന്ത് ചെയ്യുന്നറിയോ? അതെല്ലാം ഈ യുവതലമുറയുടെ പെടലിക്ക് വെക്കും കേട്ടോ. 100 രൂപ 200 അയച്ചു കൊടുത്തിട്ട് ഏതോ കളവിനെ വിളിക്കുക. 100 കൊടുത്തിട്ട് അക്സെപ്റ്റ് ചെയ്തിട്ട് 200 കൊടുക്കുന്നത്. എന്നാടാ ലൈഫിലോ എന്ത് വേറെ ആപ്ലിക്കേഷൻ എന്താണ് സംഭവം അറിയാം? ഇവരിരുന്ന് ഇങ്ങനെ ചെയ്യും. ഇവർക്ക് ആർക്കൊന്നും നടക്കൂല. ലാസ്റ്റ് പട്ടേഷനാ ആരിലും എന്ത് ആയി കഴിഞ്ഞാൽ ഫുള്ള് പിന്നെ അടിച്ചങ്ങ്. അതാണ് വിഷയം. അവിടെ നിന്ന് ഇറക്കട്ടെ കേട്ടോ. രാവിലെ തന്നെ തൊണ്ടൻ അവിടെ ഉള്ളതുകൊണ്ട് ഒരു എൻ്റർടൈൻമെൻറ്റാണ് പുള്ളി. ഇത് തന്നെ അവൻ ഓസിക്ക് പൈസ കൊടുക്കാതെ കാണാൻ വേണ്ടി മറ്റവൻ അവിടെ ഇരിക്കുന്നതാണ്. സർദാർജിയുടെ ശിഷ്യൻ എല്ലാം കേസ് കേട്ടോ കേട്ടോ. ഇതൊക്കെ എങ്ങോട്ടാണോ ഇത്രയും വലിയ ലോഡ് പോകുന്നത്? സിഗ്നിയ കേട്ടോ. മൊത്തം ഈ ലൈൻ മൊത്തം ഭരിക്കുന്ന സിഗ്നിയ. എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ടാറ്റയാണ് വരുന്നത്. ഞാൻ ഇവിടെ ഇങ്ങനെ കുറച്ച് വണ്ടികൾക്ക് മാത്രമേ നെയിം കണ്ടിട്ടുള്ളൂ. ലക്ഷ്മി, ഇൻഡോ ഗാനിയുടെ അങ്ങനെ കുറച്ച് വണ്ടികൾക്ക്. ബാക്കിയെല്ലാം ടൂറിസ്റ്റർ എന്ന് പറഞ്ഞാൽ കേട്ടോ. പുള്ളി ഇങ്ങനെ നോക്കുക എന്നാ ഇവർ നോക്കുന്നത്. എന്തോ ഒരു വണ്ടി അല്ലടാ ഇവന്. നല്ല സർവീസാണ് അല്ലേ ഉള്ളിത്തെ. പിന്നെ അവർ 3 വട്ടം വിളിക്കും നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നത്, നല്ലതാണ്, ഓട്ടോമാറ്റിക് കോള്. അപ്പോൾ ഞങ്ങൾ മൊത്തം പറഞ്ഞു ഗ്രൗണ്ട് സ്റ്റാഫ് കൊള്ളൂല, വണ്ടി സ്റ്റാഫ് നല്ലതെന്ന് പറഞ്ഞു അല്ലേ. ഒരു മനസ്സന്തോഷം അല്ലേ ഗൈസ്. എന്തായാലും തുടങ്ങാം. സർദാർജി സ്റ്റാർട്ടിങ്. പുള്ളിക്കത് കാണുമ്പോൾ വിഷമം കേട്ടോ. अच्छा उधर जाएगा ओ लेने के लिए ना. ലിവർ കംപ്ലൈൻറ്റാ. ലിവർ എടുക്കാൻ വേണ്ടി പോവാ. ലിവർ എടുത്തിട്ട് വരട്ടെ കേട്ടോ. കോൾ ഉടേगा नहीं उड़ेगा ना. गया पैसा गया ना आएगा. സർദാർജി എന്തായാലും സാധനം എടുത്തിട്ട് വരട്ടെ കേട്ടോ. സർദാർജി കൊടുത്ത് പോവാണ്. സാധനം പിടിക്കും. അങ്ങനെ എന്തോ ഉണ്ട്. ടൂൾസൊക്കെ ഉണ്ട്. എടുക്കണമായിരിക്കും. പുള്ളിയെടുത്ത് കൂളിംഗ് ഗ്ലാസ് വെച്ചോ ഞാൻ പോവാം. ഏത് ഫോൺ എവിടെ വെച്ചാക്കുന്നത്? സാംസങ് അല്ല ഇത് OnePlus. അത് ഫുള്ളായി കഴിഞ്ഞ് ഇത് കുത്തി വെക്കണം. വണ്ടി സ്റ്റാർട്ടാകുന്നില്ല. സർദാർജി അത് പറയുമോ? ഡൈനാമോ വീക്കാൻ്റെ ഡൈനാമോ അത് എടുക്കുന്നില്ല. കണ്ടറിയത്തില്ല. ഇത്രയും കൊല്ലം സ്റ്റാർട്ടാക്കാത്ത സാധനമല്ലേ. ഒന്നും ക്ലീൻ ആക്കിയെങ്കിലും ഡൈനാമോ ഒന്ന് ക്ലീൻ ആക്കിയിടാവേ. വേറെ മേടിക്കാം. അല്ല വഴിക്കും നമ്മൾ തന്നെ വേറെ നല്ല നോക്കി മേടിക്കാം. അത് തന്നാലും ഒന്ന് ക്ലീൻ ആക്കി ഇട്ടേക്കാം. ആവോ യാർ. സർദാർജിയുടെ കൂടുതൽ നമ്മൾ നേരെ അവൻ്റെ യാർഡിലേക്ക് പോകട്ടോ. കോഹ്ലിയുടെ ശിവത്തിൻ്റെ യാർഡിലേക്ക് പോവാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് ലിവർ എടുക്കാണ്ട് അത് പിടിക്കാനായിരിക്കും ഞാൻ എന്തായാലും കൂടുതൽ പോകുന്നത് ഉറപ്പാണ്. എല്ലാം റോങ്ങാണ് ഇവിടെ. ഇനിയിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് വണ്ടി ഓടിച്ച് കയറ്റും. അത്ര സംഭവിക്കാൻ പോകുന്നത്. മന്ദാരം അവിടെ നിന്ന് ഇൻഡിക്ക വരുന്നുണ്ട്. ദൈവമേ ഭാഗ്യം രക്ഷപ്പെട്ടു. ഇനി ഇവിടുന്ന് ചറ പറ വണ്ടിയായിരിക്കും കേട്ടോ. ഇത് നോക്കി വേണം അപ്പുറം കിടക്കാൻ. ഇവർക്ക് തന്നെ എന്ത് ഇത് വന്നിരിക്കും. എന്നാ പറയുന്ന നമുക്കൊന്നും പറയാനും പറ്റത്തില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ രീതിയിലല്ലേ ഇവർ ഓടിക്കുള്ളൂ. മുതുക്കൻ വണ്ടിയൊക്കെയാണ് വരുന്നത്. പിന്നെ ഇവർ വർഷങ്ങളായാലും ഓടിക്കുന്നതായതുകൊണ്ട് വിഷയമില്ല. നമുക്ക് നേരെ ഫ്രണ്ടിലേക്ക് പോകാം കേട്ടോ. ഇവിടുത്തെ വർക്ക്ഷോപ്പുകളുടെ മേഖലയിൽ എത്തി കേട്ടോ. ഇവിടെ ഇങ്ങനെ വർക്ക്ഷോപ്പുകൾ എല്ലാം ഒറ്റക്കെട്ടാ ഒരു കമ്പനിയാണ്. ഇവിടെ എന്തോ സംസാരിക്കാൻ വേണ്ടി വന്നാൽ സംസാരം കഴിഞ്ഞ് തിരിച്ചു കേട്ടോ. നമ്മൾ നേരെ ഇനി ഫ്രണ്ടിലേക്ക് ഞങ്ങളെ സാധനം എടുക്കാണ്ട് വന്നിട്ട് അതായത് ഗിയർ ലിവർ അതാണ് നമുക്ക് വേണ്ടത്. അപ്പം അത് എവിടുന്നാണ് എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. നല്ലത് ഇവർക്കറിയാം എങ്ങനെയാണെന്നുള്ളത്. നമ്മുടെ വണ്ടിയിട്ട് വീഴുന്നില്ലല്ലോ. നമ്മൾ ഗ്രില്ലൊക്കെ കിടപ്പുണ്ട് കേട്ടോ. സ്റ്റാലിൻ്റെ നല്ല ഗ്രില്ല് കിടപ്പുണ്ട്. ഗ്രില്ലെടുക്കണം. ഗ്രില്ല് 2-3 ഗ്രില്ല് ഇട്ടിട്ട് ഏതാണോ നല്ല ഗ്രില്ല് ആ ഗ്രില്ല് നമ്മുടെ വണ്ടിക്ക് വെക്കണം കേട്ടോ. നിങ്ങൾ കാണുന്നുണ്ടോ ഗ്രില്ല്? ഇതാണ് ഗ്രിൽ. ഞാൻ ട്രൈപ്പോഡ് എടുക്കാൻ പറഞ്ഞത്. അത് വലിയ അടിയായിപ്പോയി. ഇന്ന് 2-3 പരിപാടി ഉണ്ട്. അത് നടന്നുമില്ല. ഇന്ന് റീൽസ് എടുക്കാണ്ട് അത് നടക്കൂല കേട്ടോ. പോട്ടെ. ട്രൈപ്പോഡ് ഇല്ലല്ലോ. എന്തായാലും സാധനം എടുക്കുന്നു. അത് ഞാൻ പിടിക്കേണ്ടി വരും അവിടം വരെ. എന്തായാലും അത് പിടിച്ചുകൊണ്ട് നേരെ പോകുന്നു. ചാച്ചാ പോലെ ഞാൻ സാധനങ്ങൾ കണ്ടുപിടിക്കും. ഉണ്ടോ ദൈവം. എൻ്റെ ക്ലച്ച് നോക്കിയാൽ ട്രക്ടറുടെ ഇന്നലെ പൊളിക്കുന്ന സാധനം കേട്ടോ. ഊരാൻ വലിയ കമ്പിയും കുടവും വേണം. പക്ഷെ ഒരു കാര്യം എനിക്ക് ഇതിൻ്റെ പിടുത്തം കിട്ടുന്നില്ല. കാരണം ഇത്രയും വലിയ വണ്ടിക്ക് അലുമിനിയം എഞ്ചിൻ എങ്ങനെ ശരിയാവും? ഹെഡൊക്കെ അലുമിനിയമാണ്. അതെനിക്ക് പിടുത്തം കിട്ടില്ല കേട്ടോ. പെട്രോൾ എഞ്ചിനാണെന്നുള്ള എൻ്റെ വിശ്വാസം. ഒരു ക്വാർട്ടർ മേടിച്ചു കൊടുക്കാൻ സാധനം ഒപ്പിച്ച് തരാമെന്ന് ചോദിച്ചു. അങ്ങനെ പറഞ്ഞാൽ ഇപ്പം സെറ്റ് ചെയ്താക്കുന്ന കേട്ടോ. അപ്പം ക്വാർട്ടറിനാവില്ല. ഇതെന്തോ കമ്പിയുടെ വലിപ്പ വ്യത്യാസത്തിൽ എന്തോ പ്രശ്നമുണ്ട്. അതാ സംഭവം. പുള്ളിയുടെ എടുത്തു തരാമെന്ന് ചോദിച്ചു. ഇവർക്കെല്ലാം അറിയാമെന്ന്.
നോക്കട്ടെ കേട്ടോ എങ്ങനെ ആവുന്നു എന്താവുന്നു. തപ്പി തപ്പി അടുത്ത് കണ്ടുപിടിച്ചു. ഇനി വേറെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അവിടെ എങ്ങാനും ഒരെണ്ണം ഉണ്ടെന്ന് തോന്നുന്നു. നോക്കട്ടെ. ഇത് പുള്ളി വിചാരിക്കുന്ന എന്നെ സാധനം എനിക്ക് മനസ്സിലായിട്ടില്ല. അല്ല പിന്നെ എനിക്കും കൂടുതൽ സെറ്റപ്പ് ചെയ്യായിരുന്നു. കാരണം ഇതിന് 2-3 ടൈപ്പ് ലിവർ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അതുമല്ല വേറെ ഇല്ലേ, പെട്ടു വന്നാൽ അല്ലെങ്കിൽ അഴിക്കേണ്ട വരും വേറെ വണ്ടിയിൽ നിന്ന് പോരെന്നാ പറയുന്നത്. നമുക്ക് കിട്ടേണ്ട സാധനം കിട്ടി കേട്ടോ. അതായത് എന്താണ് പുള്ളി ഉദ്ദേശിച്ച ആ സാധനം എന്ന് എനിക്ക് തോന്നുന്നു, കറക്റ്റായിട്ട് എനിക്ക് അറിയത്തില്ല. എന്തായാലും ഇതാണ് സാധനം. ഇത് കാരണം കീറി വീഴാത്തതെന്ന് പറഞ്ഞാൽ ഭയങ്കര സൗണ്ടായിരുന്നു. ഇന്നലെയൊക്കെ നിങ്ങൾ കേട്ടവർക്ക് അറിയാം. നോക്കിയേ അതിൻ്റെ ബാക്കി സാധനം ഇത് മൊത്തത്തിൽ എടുത്തോളം പറഞ്ഞു. വേണ്ട ഇത് മാത്രം മതി എന്നാണ് പറഞ്ഞത്. കാരണം ബൈക്ക് എടുത്തോണ്ട് വരും. ബൈക്ക് എടുത്തിട്ട് വേണം ഇതെടുത്തിട്ട് അതിൻ്റെ അകത്തോട്ട് കയറി ഇതും കൊണ്ട് അങ്ങോട്ട് പോകാൻ വേണ്ടി. എന്തായാലും സാധനമായിട്ട് പോട്ടോ കേട്ടോ. ആദ്യമായിട്ട് ഞങ്ങളിവിടെ എത്തി. ലിബിന എന്നാടാ പറഞ്ഞേ? ഏതാ സാധാരണ ഇവിടെ ഇട്ടല്ലേ വണ്ടി പണിയാറ്? ഡൈനാമോ പോയതാ. ഇത്ര നാളെ വെച്ച വണ്ടിയല്ലേ എൻ്റെ ലിബിന. ആ ടെക്ട്രയുടെ എഞ്ചിൻ ഇതുവരെ പൊളിച്ചു തീർന്നിട്ടില്ലടാ അവിടെ. ഇല്ല. അയ്യോ, ഞാൻ ആ പുള്ളിക്ക് എന്നിട്ട് അവിടെ നിന്ന് ഒരു ക്വാർട്ടർ കൊടുക്കാന്നൊക്കെ പറഞ്ഞാൽ ഇത് കണ്ടോ. ആ വേറെ സാധനം കേട്ടോ ചുറ്റി കളിക്കുന്നത്. അല്ല കേട്ടോ, പാകത്ത് തെറ്റിരിച്ചു. മണം അങ്ങനെയല്ല ഗൈസ്. ഇതിൻ്റെ എന്തോ ഒരു സാധനം പോയി. ഇലക്ട്രീഷ്യൻ വന്നല്ലേ? പുള്ളി എപ്പോഴാണ് വന്നേ? ഒരു വന്നിട്ട് നീ പോയ പാടാ വന്നു. ആ ഞാൻ പോയപ്പോൾ തന്നെ भैया क्या डायनामा गया डायनामा गया സ്വിച്ച് ഖറാബേ. ഇതെന്നും ഈ സ്വിച്ച് ഭയങ്കര പ്രശ്നമാണ്. അത് നല്ലത് പുതിയത് മേടിച്ചിടണം കേട്ടോടാ. നല്ല കട്ട് ഓഫ് സ്വിച്ച്. കട്ട് ഓഫ് സ്വിച്ച് അതിനൊന്നും പൈസ ഇല്ല. നമുക്ക് അത് മേടിച്ചില്ല, നാളെ തന്നെ മേടിച്ചില്ല. പുതിയ കട്ട് ഓഫ് സ്വിച്ചിൻ്റെ പ്രശ്നമാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ ഗിയർ ചേഞ്ചിങ് കുറച്ച് പരിപാടികളുണ്ട്. അതിനുശേഷം സാധനം സ്റ്റാർട്ട് ചെയ്ത് ഇവിടുന്ന് നേരെ വണ്ടി എടുത്ത് भैया स्टार्ट करने का साथ उधर आएगा ना? इधर ही लीवर डालना ना। हाँ इसमें साथ ऊपर जाएगा. यही लीवर चेंज करेंगे फिर ऊपर ले जाएंगे. हाँ ലിവറിന്റെ ഇവിടെ തന്നെ ഒരാളെയും കൂടെ പുതിയ ഇന്ന് പണിക്കുണ്ട്. തീരാത്തോണ്ടാ പണിയേ തീരാത്തോണ്ടാ. ഇപ്പം തന്നെ 8 ദിവസമായില്ലടാ. പുറത്തുനിന്ന് ഒരാളെ ഞങ്ങൾ ഒരുമിച്ച് പോയി വിളിച്ചേ. ആണോ? ആ ഒരുമിച്ച് പോയിട്ട് വിളിച്ചു. ഈ ലിവറാട്ടോ പ്രശ്നം. ഇത് കണ്ടോ ഇങ്ങനെ പോകുന്ന സാധനം കണ്ടോ. ഇതാ ശ്രദ്ധിച്ച് നോക്കി. ആ സാധനമാണ് പ്രശ്നം കേട്ടോ. ഇത് മൊത്തത്തിൽ അവിടെ നിന്ന് എടുത്തോളാം. എനിക്ക് പുള്ളിക്കാരനെ കൺസാക്കി ഒരു കാര്യത്തിൽ നല്ല ഇതാ. പണി അറിയത്തില്ല പുള്ളിക്കാരൻ മാറി. ആരാ? അടുത്ത ആളെ വിളിച്ചില്ലേ? അതാണ് അങ്ങനെ വേണം. നമുക്കൊരു പരിപാടി അറിയത്തില്ലെന്ന് തന്നെ പറഞ്ഞിട്ട് മാറി നിൽക്കുക. ഗിയർ വീഴാത്ത പ്രശ്നം. भैया ये दूसरे एक बंदा आएगा ना, ये क्या है? സ്റ്റാർട്ട് ആണ്. ഇതെന്നാ കാപ്പറ്റൊക്കെ ഊരിയ വണ്ടിയുടെ? ഇതിൽ വെള്ളത്തിൻ്റെ പ്രശ്നമുണ്ടോ? വെള്ളത്തിൻ്റെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കാപ്പറ്റായത് ടാപ്പറ്റല്ലടാ, മറ്റൊരു വെള്ളത്തിൻ്റെ സാധനം. അതിന് ചൂടാകുന്ന സാധനം. वो क्या बोलेगा? ये बॉल होता है गाड़ी का. इंग्लिश में क्या बोलेगा? बॉल ही कहते हैं इसको. രാവിലെ നല്ല क्या? वो लीक है. साइलेंसर लीक है. देखो साइलेंसർ पूरा देखो. वो लीक है. സൈലൻസർ ഞാൻ പറഞ്ഞില്ല, അതിൻ്റെ സൗണ്ട് കൊള്ളില്ല. അതിൻ്റെ മെയിൻ കാരണം അതാ. സൈലൻസർ ലീക്കാ. മാറ്റണം. ഇവിടുന്ന് മാറ്റിയില്ലേ അവിടുന്ന് മാറ്റിക്കല്ലേ? അതത്രേ ഉള്ളൂ. അത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് ഒന്ന് ടൈപ്പ് ചെയ്ത് വെച്ചോ പിന്നെ സൈലൻസർ ലീക്ക്. पानी क्या है जाएगा नीचे. ആ അത് ഊരിയിട്ടേക്കോ. അതിന്റെ വാൾവ് പേര് പറയുന്നത് എന്നായിരുന്നു? കാൽവല്ലടാ, ടാപ്പറ്റും അല്ല. ഇത് വെള്ളം എന്തോ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നൊരു സംഭവം. എന്തോ അതിന് പേര് മറന്നു. എന്തോ പേര് പറയും. ഇപ്പോൾ ഹീറ്റിങ്ങിൻ്റെ എന്തോ പ്രശ്നം വണ്ടിക്കുണ്ട് കേട്ടോ. അതാ സംഭവം. എടാ നമുക്കത് മാറ്റണേ, ഓർക്കണേ. ഒന്ന് എവിടെയും അടിച്ചു വെച്ചേ. അല്ല അത് നമ്മൾ ഒന്നിനും ഓർത്ത് തന്നെ. സംഭവം ഒരു വിധത്തിലൊക്കെ ആയി വരുന്നുണ്ട്. ഞാനേ വീഡിയോ കയറ്റി വിട്ടെ. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ പുറകെ പോവാം. സൈലൻസർ മാറ്റണം 100% ഉറപ്പായി. സൈലൻസർ ഫുൾ ലീക്കാട്ടാ. ഇവിടുത്തെ പണി കഴിഞ്ഞ പാടെ കൊണ്ടൊന്ന് വാഷ് ചെയ്താരേ. മറ്റേ വാഷല്ലേ, കെമിക്കൽ വാഷ്. കൈസ് നമ്മുടെ വണ്ടിക്കുള്ള ഇത് വന്നു കേട്ടോ. അതായത് ചാവി പുതിയത്. പഴയതെല്ലാം കംപ്ലൈൻ്റ് ആവുമെന്ന് തോന്നുന്നു. എൻ്റെ കോൺസാ കമ്പനിയെ ഏതോ ഒരു കമ്പനിയാണ് കേട്ടോ. अभी डालेगा हाँ भैया मेरे को 2 4x4 का ले चाहिए. 2 क्या स्पेयर? हाँ उधर का सादा नॉर्मल वाला. ഇത് മാറ്റിയിടുക കേട്ടോ. ഇതാണ് ഇപ്പോൾ എൻ്റെ ചാവി. പിന്നെ കമ്പനിയിൽ ഇല്ല കേട്ടോ ലിവിനെ. എല്ലാം പുറത്ത്. കണ്ടു ഞാൻ വലിയ സെറ്റപ്പ് ഒന്നും തോന്നിയല്ല. അഭി आज पूछो. റെഡി ആയില്ല കേട്ടോ. ഗിയറിൻ്റെ പണി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇവനെ താഴെ ഭയങ്കര ചൂടാന്ന് പറഞ്ഞു. ഭയങ്കര ചൂടാണ്. വെള്ളം എന്തെങ്കിലും മേടിച്ചു കൊടുക്കണം. എൻ്റെ ദൈവമേ സമ്മതിക്കണം. ഗിയറിൻ്റെ ഒരു സാധനം പോയതാട്ടോ. അഭി ठीक है
ഇട്ടിട്ട് നോക്കുക, നോക്കട്ടെ. ഇത് വണ്ടി സ്റ്റാർട്ടാക്കി റണ്ണിങ്ങിലെ മനസ്സിലാവുള്ളടാ. ആണോ? നല്ല മനസ്സിലാവില്ല ഒന്നും. എനിക്കൊന്ന് ഓടിക്കാൻ തന്നാൽ ബാക്കി ഞാൻ പറഞ്ഞു കൊടുക്കാം. ഇരുമ്പ് ഞാൻ കല്ലാക്കും. എന്നെ അവർക്ക് പേടിയുണ്ട്. എന്നാലും ഞാനൊന്ന് കയറിയിരുന്നായിരുന്നു. ഇതും വീഡിയോ എടുത്തില്ല കേട്ടോ, കള്ള നാറി. അല്ല നിങ്ങൾക്ക് കാണാൻ നിമിഷം സർദാർജിയുടെ നെഞ്ചിൻ്റെ അകത്തൂടെ തീയാ പോയ ഞാൻ കയറിയിരുന്നപ്പോൾ. അമ്മാതിരി പണി ഞാൻ കാണിച്ചത്. ആ എല്ലാം പടപട ഇട്ട് നോക്കി കേട്ടോ, കാരണം എന്തെങ്കിലും ലൂസ് ഉണ്ടെങ്കിലോ എല്ലാം പടപട ഇട്ട്. കാരണം ഇവിടെ എല്ലാം മാറാൻ പറ്റില്ല, പിന്നൊന്നും കിട്ടത്തില്ല. ഇനി ആലോചിച്ച് നോക്കിയേ, റോഡിനെ നടക്കെങ്ങാനും ഗിയറില്ലാതെ വണ്ടി മുമ്പിൽ പോയാലോ? ഇന്നലെ നിന്നാനെ ഇതാ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ആ ഗിയർ ശരിയല്ല. എടാ ജിബിനെ, നമുക്കിത് ആദ്യം ഓടി റണ്ണിങ് കണ്ടീഷൻ ആക്കുക. റണ്ണിങ് ആയതിനു ശേഷം ഇതിനെ കൊണ്ട് മൊത്തം വാഷ് ചെയ്യാം. വാഷ് ചെയ്യാൻ ഫുള്ളൊന്ന് ഗ്രീസ് അടിക്കുക. എന്നിട്ട് നമ്മളൊരു ഒറ്റ വിടൽ വിടുക. അപ്പം നോക്കുക, അപ്പോൾ ഏതൊക്കെ പ്രശ്നമുണ്ടെന്ന് അവനോട് പറയുക. ഇന്ന പ്രശ്നം ഉണ്ടെന്നുകൊണ്ട് ഒരുമിച്ച് പണിയിപ്പിക്കുക. ഓരോന്നായിട്ട് പണിയിപ്പിക്കുക. സൈലൻസിന് പ്രശ്നമുണ്ട്, പറ്റൂലെന്ന് പറയണം. അതുപോലെ ക്യാബിന് പ്രശ്നമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ക്യാബിന്റെ എല്ലാം മറ്റേ ഇത് ബുഷുകളില്ലേ, ബുഷ് ഇടണം. അതേപോലെ ക്യാബിന്റെ ഒരു സാധനമില്ല ഇങ്ങനെയുള്ള ആ സാധനം ഒന്ന് ക്ലിയർ അല്ല ഇട്ടാക്കാം. ജാക്കി അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. ഊരി പോകാൻ ചാൻസ് ഉണ്ട്. സ്റ്റാർട്ട് ആയി കഴിഞ്ഞാൽ പിന്നെ എല്ലാം കൂടെ ഒരുമിച്ച് അടുപ്പിക്കാടാ. അല്ലാതെ നിൽക്കണ്ടെന്ന് എൻ്റെ അഭിപ്രായം. എല്ലാം കൂടെ ഒരുമിച്ച് പിടിക്കുന്ന അല്ല, അതും പറയുമ്പോൾ ഇതും പറയും, പിന്നെ എപ്പോഴും കംപ്ലൈൻറ്റാ പറയുന്നത് ചിന്തിക്കും. എല്ലാം കൂടെ ഒരുമിച്ച് പണിയിപ്പിക്കാം. എന്തായാലും പോയ സാധനം തരണം. ഇതിനെല്ലാം വാറണ്ടി ഉള്ളത്. ഇതിന് 15,000 എഞ്ചിന്, ഗിയർ ബോക്സിന് 10,000, എല്ലാത്തിനും വാറണ്ടി ഉള്ളത്. എല്ലാവർക്കും എഞ്ചിന് 15,000, ഗിയർ ബോക്സിന് 10,000, ഡിഫറൻഷ്യലിന് 5,000, അങ്ങനെ ഓരോന്നിനും വാറണ്ടി ഗ്യാരണ്ടി അങ്ങനെ എല്ലാം ഉണ്ട്. അതുകൊണ്ട് ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. നോ ടെൻഷൻ. പക്ഷേ കൊറിയർ ചാർജാണ്. കൊറിയർ ചാർജ് അതൊരു നല്ല പൈസയാവും. അതായത് ഇവിടുന്ന് ഏറ്റവും കൂടുതൽ ഡെലിവറിൻ്റെ അകത്താണ് ഏറ്റവും കൂടുതൽ വരുന്നത്. ഡെലിവറി കൊള്ളൂല, സ്പീഡില്ല. നമ്മൾ എന്തെങ്കിലും സാധനം മുട്ട വിട്ട ഓംപ്ലേറ്റ് എത്തോടെ എന്തെങ്കിലും സാധനം അടിച്ചു പൊടിച്ച് ദൂരെ കളഞ്ഞിട്ട് അവിടെ എത്തുള്ളൂ. അല്ലേ? നമുക്ക് അനുഭവമുള്ളവരും പറയുന്നതാണ് കേട്ടോ. കഴിവിന് ഇതുണ്ടെങ്കിൽ നമ്മുടെ വണ്ടിയുടെ തെർമോസ്റ്റാറ്റ് വാൾവ് രാവിലെ ഊരി, അത് എന്തിനായിരിക്കും എന്തോ ഹീറ്റാവുന്നുണ്ടാവും അല്ലേ? അല്ലാതെ ഊരേണ്ട കാര്യമില്ലല്ലോ. നമുക്ക് മലക്ക് കയറ്റാം കേട്ടോ. തെർമോസ്റ്റാറ്റ് എന്ത് ഊരിയാന്ന് വെച്ചാലും മലക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഹീറ്റാവും. നന്നായിട്ട് മലക്ക് ചവിട്ടി ഓടിച്ചാൽ മതി അല്ലേ? ഒന്നും നോക്കാം. ഒരിക്കലും ഹീറ്റ് ആകാണ്ട വണ്ടി അല്ല, ഹീറ്റ് ആകത്തില്ല. നമ്മളെ കയ്യിൽ ഓടിച്ചില്ല. ഞാൻ ഇന്നലെ ഇച്ചിരി നേരം കയറി ഗീറിടാൻ വേണ്ടി നോക്കിയപ്പോൾ നടന്നില്ല. അപ്പം തന്നെ പുള്ളിക്ക് മനസ്സിലായി ഗീറിനതൊക്കെ പ്രശ്നമുണ്ട്. അതൊന്ന് ചെയ്യട്ടെ. അവനെ സമ്മതിക്കണം കേട്ടോ. നമ്മളൊരു 5 മിനിറ്റ് വയ്ക്കുമ്പോൾ തല ഇറങ്ങും. ഈ പണിയോടുകൂടി സർദാർജി രാജിവെച്ച് പോകുന്നതിൻ്റെ തീരുമാനമായിട്ട് വണ്ടിയുടെ ഗീറ് വീഴുന്നില്ല കേട്ടോ. പുള്ളി അവിടുന്ന് കുറേ സ്റ്റാർട്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉരുട്ടി നോക്കി. ഒരു കാര്യമില്ല കേട്ടോ, വണ്ടിയുടെ ഗീറ് വീഴുന്നേ ഇല്ല. ഇങ്ങനെ വീണാ പോരാ, നമ്മൾ സൗണ്ട് കേൾക്കാറില്ല. കണ്ടോ, കടാന്നുള്ള സൗണ്ടാ. വണ്ടി നീങ്ങിയിട്ട് വേണ്ടേ? എനിക്ക് തോന്നുന്നു വണ്ടിക്ക് ക്ലച്ചില്ല, അതൊരു സമ്മതിക്കുന്നില്ല അല്ലേ? നീ പറഞ്ഞാ ശരിയെന്ന് എനിക്കും തോന്നുന്നു. ക്ലച്ച് ഇല്ലാത്തത് കൊണ്ടാണ് ഗീർ വേണ്ട. എൻ്റെ പല്ല് ഇപ്പം തന്നെ പോയി കാണും. ക്ലച്ച് മാറ്റേണ്ട കാര്യമേ ഉള്ളൂ. അല്ലെങ്കിൽ ആ ക്ലച്ച് സെറ്റ് ചെയ്താക്കാൻ ശരിയായിട്ടില്ല. ഞങ്ങൾക്ക് ഇവിടുന്ന് മാറാനും പറ്റില്ല. ഇച്ചിരി അങ്ങോട്ട് മാറിയിക്കാം. ഇവിടുന്ന് മാറാൻ പറ്റത്തില്ല കേട്ടോ. ഞങ്ങളുടെ ഫോണുകളോട് കുത്തി വെച്ച് നോക്കുക. തിരിഞ്ഞ അടിയിലെ കിടങ്ങാവണി വരെ കൊണ്ടുപോകും കേട്ടോ. എന്നിട്ട് അവിടെ പേരയ്ക്ക് വെക്കും. അങ്ങനത്തെ ടീമാണ്. ബാബാ എന്താ, ഞാൻ പോയിട്ട് വരാം, നീ മിണ്ടരുത് കേട്ടോ. ഗൈസ്, ഞാൻ നേരെ താഴോട്ട് പോട്ടെ. സ്ഥിതിഗതികൾ അന്വേഷിക്കാൻ സമയം. എന്താണാവോ ഉദ്ദേശിക്കുന്നത് ദൈവത്തിനറിയാട്ടോ. ഒരു പിടുത്തവും കിട്ടുന്നില്ല. എന്താണോ എന്തോ. 100% ഉറപ്പ് അത് ക്ലച്ചിൻ്റെ. ക്ലച്ച് സെറ്റാകുന്നില്ല കേട്ടോ. ഗൈസ്, ക്ലച്ച് സെറ്റാകാത്ത ഈ 2 അപ്പൂപ്പന്മാർ എന്നാണാവോ പറയുന്നത്. പുള്ളിക്കൊരു വെപ്പോല് വെക്കണമെന്ന് തോന്നുന്നത്. എന്താണാവോ ഗൈസ്, ഒന്ന് ഓടിക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു ഐഡിയ കിട്ടിയാനാട്ടോ നമുക്ക്. എന്താണാവോ ഇവർ ഉദ്ദേശിക്കുന്നത്? ഗീർ വീഴുന്നില്ല ഗൈസ്. കണ്ടോ കേട്ടോ. അങ്ങനെ വന്നാൽ പോലെ ഇത് ഓടിക്കഴിഞ്ഞാൽ സെറ്റാവുന്നൊക്കെ ഇവർ പറഞ്ഞാൽ അതൊന്നും ആവൂലെന്നേ. സാധനം വീഴാതെ ഞാൻ പോവുമല്ലോ. എന്തായാലും അത് ഇങ്ങനെ ഇട്ടിട്ട് അതിൻ്റെ പല്ല് പോവും, സാധനം പോവും. പിന്നെ പേടിക്കണ്ട, വേറെ അവൻ ഇട്ട് തരേണ്ടി വരും. കണ്ട भैया, ये इसका नहीं है, क्लच का प्रॉब्लम है. वो क्लच नहीं है. വല്ലതും എന്തെങ്കിലും ചെയ്തതിന് എന്തെങ്കിലും പ്രശ്നമായിരിക്കും. 100% ഉറപ്പാണ്. ഇനി അത് ഇറക്കണം. ഇറക്കിയാലേ അത് ശരിയാവുള്ളൂ. 100% ഉറപ്പിച്ചോ. ഞാൻ ഉറപ്പിച്ചു കേട്ടോ. 100% ഞാൻ ഉറപ്പിച്ചു. അതിന് വേറെ സംശയമോ സംഭവങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. 100. ഇവിടെ എത്തിയാണ് പണിയെടുക്കാനും പറ്റില്ല, അത്രയും ചൂടാണ്. സാധാരണ ഇങ്ങോട്ടൊക്കെ ഓടിച്ച് കയറ്റുന്നത് എന്തൊക്കെയോ പ്രശ്നമുണ്ട് ഈ സാധനത്തിന്. തുറക്കാൻ പോവാം കേട്ടോ. ഗേറ്റ് തുറക്കാൻ പോവാണ്. ഗേറ്റ് തുറന്ന് വണ്ടി പുറത്തോട്ട് കൊണ്ടുവരാൻ വേണ്ടി പോവാണ്. ഏതൊക്കെയോ 2 ഗീർ വീഴുന്നുണ്ട്.
അതായത് അപ്പൂപ്പൻ താടിയുടെ 4-5 കഷ്ണം പറഞ്ഞു പോയ പോലെ ഫുൾ ആട്, ചെമ്മരിയാടാണല്ലോ. ഇതന്നെ ഇവിടുന്ന് അങ്ങോട്ട് പോന്നേ. ലിവിനെ എന്തോ വീഴുന്നില്ല. ഗിയർ ബോക്സും കൊള്ളൂല, വണ്ടിക്ക് ക്ലച്ചും ഇല്ല. ഇതേ കയറി വരുന്നുണ്ട്. ക്ലച്ചിന് പ്രശ്നമുണ്ട്, വണ്ടി നീങ്ങുമല്ലോ. അത് ശരിയാണല്ലോ. ഓടിക്കാൻ തരുമായിരുന്നല്ലേ. ഈ ബേക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. ആ ഫ്രണ്ടിൽ ഒലക്കാൻ പിടിപ്പിച്ചോ, 2 ഒലക്കാൻ പിടിപ്പിച്ചോ കേട്ടോ. വണ്ടി ടെസ്റ്റ് ഡ്രൈവിന് പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുക. ഞാനും കൂടെ പോകാൻ പറ്റുമായിരുന്നെങ്കിൽ അടിപൊളിയാണ്. എനിക്കൊന്ന് ഓടിക്കാൻ തരുമായിരുന്നല്ലേ. 2 കംപ്ലൈന്റ്. പക്ഷെ ക്ലച്ചിന് പ്രശ്നമുണ്ട്, വണ്ടി നീങ്ങൂല. വണ്ടി നീങ്ങൂല. നീ ഒന്ന് ക്ലച്ച് നന്നായിട്ട് ചവിട്ടുമ്പോ അടിയിലോട്ട് പോകുന്നു. കണ്ടോ ഇത് ഗിയർ സെറ്റ് ചെയ്ത് ശരിയല്ല. കണ്ടോ ഇത് ഗിയർ സെറ്റ് ചെയ്ത് ശരിയല്ല കേട്ടോ. 100% ഉറപ്പാണ്. അല്ലെങ്കിൽ ഇങ്ങനെ സൗണ്ട് വരില്ല. അതായത് ഇതോടെ പരിപാടി നിർത്തും. കാരണം നാറൂല്ലോ, നമ്മളിത് നിർത്തണ്ടേ. ഇതെന്നെ സംഭവം എന്നറിയാം. ഒന്നും വേണ്ട, കമ്പനി ലൈലാൻഡിൽ പോവാ. ലൈലാൻഡിൽ പോട്ടെ, ഏതെങ്കിലുമൊക്കെ മറ്റേ ഗിയർ എവര് ചെയ്ത് മാറ്റുന്ന, മനസ്സിലായോ? ഇത് കമ്പനി കൊണ്ട് കാണിക്കുന്ന ബുദ്ധി. കമ്പനി മൊത്തത്തോടെ മാറ്റും. നമുക്ക് അറിയേണ്ട കാര്യമില്ല, കോലി നോക്കിക്കോളൂല്ലോ. അവനുള്ള സാധനം മാറ്റി തരുള്ളൂ, അവരുടെ കയ്യിലുള്ള സാധനം. അല്ലാതെ മറ്റേ പരിപാടി ഇല്ല അവർക്ക്. ഗിയർ വീടുണ്ടേ പൊട്ടിട്ടുള്ള സാധനം പൊട്ടിക്കഴിഞ്ഞാൽ വേറെ മാറ്റി തരില്ല, വേറെ വഴിയില്ല, പൊട്ടു ഉറപ്പാണ്. ഇങ്ങനെ പോയാലും ഇതിപ്പോൾ തന്നെ സംഭവം എന്ന് വെച്ചാൽ ഇന്നലെ ഊരിയ സാധനം വീണ്ടും തന്നു വിടും. നിലവിലേതിലും വണ്ടി ഊരാത്ത ഏതിലും എടുക്കണം. आप ड्राइवर है? क्या गाड़ी चलेगा? कौन सा गाड़ी चलेगा? ये वाला। क्या प्रॉब्लम क्या है? ये साउंड ज़्यादा आएगा, क्या है? वो अब थोड़ा सा गियर में थोड़ा सा क्या सेटिंग का प्रॉब्लम है? हाँ क्लच का नहीं है ना? क्या का याको ഒരു ക്വാർട്ടർ മേടിച്ചു കൊടുക്കണമെന്ന് തോന്നുന്നു. बोलो अच्छा से बोलो, मेरे को बताने के लिए बोलो. अभी बताता है। ഉസ്താദ് ക്യാ बोलेगा? ഉസ്താദിന് വല്ലതും മേടിച്ചു കൊടുക്കണം തോന്നുന്നത്. ഉസ്താദിന് കിറങ്ങാൻ പറ്റിയ എന്തെങ്കിലും സാധനം കൊടുക്കണ്ടത്. മേടിച്ചു കൊടുക്കണ്ട, പുള്ളിക്കാരൻ വീഴും, പിന്നെ വൈകിട്ടേ വെക്കുള്ളൂ. ഇന്നലെ അബദ്ധം പറ്റിപ്പോയി. അതാ മറ്റവനായിരുന്നു അന്നെ ചെയ്ത്. അവനതാ ടൂൾസൊക്കെ ആയിട്ട് വരുന്നുണ്ട്. എന്താണെന്നുള്ളത് ഒന്ന് ഓടിക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ ഞാനൊന്ന്. പക്ഷെ ഗിയർ വീഴുണ്ട് അല്ലേ? ഗിയർ വീഴുന്ന വഴിയിൽ നിന്ന് പെടുകയുള്ളൂ. ഇത് ഒരിക്കലും ഈ കണ്ടീഷൻ വണ്ടി എടുക്കാൻ പാടില്ല. ഇല്ലേലെ ആ കോലി എടുത്തോണ്ടിട്ട് അവിടെ ഇടുക കേട്ടോ. പുള്ളിക്കാരൻ പറ്റൂലേ? അവിടെ കൊണ്ട് ഇട്ടാക്കുക. അതിൻ്റെ കോലിനോട് പറയാം ഇത് റെഡിയാക്കി തരാൻ പറയാം. അല്ലെങ്കിൽ ഒരു ഗിയർ ബോക്സും കൂടെ പുള്ളിക്കാരൻ എടുത്ത് വാങ്ങിയിട്ട് പോകണം. എന്തായാലും നാട്ടിൽ നിന്ന് പൊളിയും. ഇങ്ങനെ ഓടിക്കാൻ പറ്റൂല. നീ എന്തെന്നാ പറയുന്നത്? അതാ ഞാൻ പറയുന്നത്. അവിടെ ഇത്രയും വണ്ടി ഓടിച്ചതല്ലേ. വേറെന്താ പ്രശ്നം? സർദാർജി വണ്ടി പൊക്കാൻ പോവാട്ടാ, വേറെ വകുപ്പില്ല. ക്ലച്ച് മാറ്റിയിട്ട് ക്ലച്ച് പുതിയത് തരണം, അല്ല ഒരു ഹാഫ് ക്ലച്ചെങ്കിലും തരണം. മറ്റേ വണ്ടിക്ക് ഇത് തന്നെയായിരുന്നു പ്രശ്നം. ലാസ്റ്റ് മറ്റേ ക്ലച്ച് പ്ലേറ്റ് മാറ്റിയപ്പോഴത് ശരിയായി. ആ ഇവരോടൊന്ന് പറഞ്ഞാലോ? അല്ല നമുക്ക് ക്ലച്ച് പ്ലേറ്റ് മാറ്റിയിട്ട് പൈസ കുറച്ച് കൊടുത്താൽ പോരെ? എങ്ങനെയാന്നൊക്കെ ദൈവത്തിന് അറിയാൻ കേട്ടോ. ചെയ്യട്ടല്ലേ പിന്നെ. നമ്മളെ കണ്ടു കഴിഞ്ഞാൽ അറിവില്ലാത്ത പോലെ ആൾക്കാർക്ക് തോന്നുന്നു. പക്ഷെ നമ്മൾ ഭയങ്കര അറിവന്മാരാ. വേറെ കാര്യമാണെന്നേ. ഇവനാണെങ്കിൽ അറിവ് കൊണ്ട് അപരാധി മോനായി മാറി. കാര്യം ഇത്രയും നാളൊന്നും ഇല്ല, ഒരു 6-7 വർഷം ഈ വണ്ടിയുടെ പുറകെ തന്നെയല്ല നടക്കുന്നത്. വണ്ടി ഓടിക്കാറില്ല, വണ്ടിയുടെ സൗണ്ട് കേൾക്കും നമുക്കറിയാം. എന്താ ആര് പറഞ്ഞു നിനക്ക് ഓടിക്കാറില്ലെന്ന്? യൂറോപ്പിൽ വണ്ടി ഓടിച്ചവൻ അങ്ങനെ പറയരുത്. എന്തോ സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ക്യാബിൻ താത്തു. ഇത് എയർ ക്യാബിനാട്ടോ. അതിൻ്റെ സാധനത്തിന് ചെറിയ പ്രശ്നമുണ്ട്. അതും വണ്ടിക്ക് ഒരു തലപ്പൊക്കമുണ്ട് അല്ലേ? നമ്മൾ വിചാരിച്ച പോലെ അല്ല, നല്ലൊരു തലപ്പൊക്കെ കേട്ടോ. നമ്മൾ ആദ്യം ഒരു ഡിസ്അണ്ടർസ്റ്റാൻഡ് ഉണ്ടായിരുന്നു. കണ്ടവനെ നമുക്ക് ഇഷ്ടപ്പെട്ടു. കണ്ടങ്ങിരിക്കെങ്കിലും അതിന്റെ ഒരു സന്തോഷം ഇപ്പോഴാ വന്നത്. നിങ്ങൾ കമന്റ് അടിക്കണേ, ഈ കണ്ടീഷനെ ഓടിച്ചോണ്ട് വരണോ അല്ലെങ്കിൽ ഫ്രണ്ടിലത്തെ സാധനം മൊത്തം വെക്കണോ? യുവർ ചോയ്സ്. നിങ്ങൾ പറയുന്നോ? ഞങ്ങൾ അതായത് ഇഷ്ടമാണ് വരയ്ക്കും കേട്ടോ. അപ്പോൾ അറിയാം, പുള്ളി ടെസ്റ്റ് ഡ്രൈവിന് ഇപ്പോൾ ഇറങ്ങും. നമുക്കതിന് ഓടിക്കാൻ തരാമെന്നാണ് പറഞ്ഞത്. നമുക്ക് മേളിൽ പോയിട്ട് വരാം അവനെ സമയം എടുത്തിട്ട്. പിന്നെ ഇല്ല, വണ്ടി ഇങ്ങോട്ട് ചെരിച്ച് കയറ്റുവാന്ന് തോന്നുന്നു കേട്ടോ. അതിനായിട്ട് പുള്ളിക്കാരൻ വീട്ടിൽ പോകാൻ പോവാ? അല്ലല്ല, വണ്ടി ഇങ്ങോട്ട് ഉള്ളിലേക്ക് കയറ്റുക. ആണോ? 100% അല്ലേ വെയിലത്തുനിന്ന് മാറ്റി വെക്കുന്നത്. പുള്ളി എന്നാണോ കാണിക്കുന്നത്? പുള്ളിയുടെ കിളി പോയെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. സാധാരണ ഒരു വണ്ടി ഇത്ര പരിപാടി വരുമ്പോഴാണ്. ഇത് ശരിക്കിനെ കണ്ടം ചെയ്ത വണ്ടിയാണെന്ന് പറഞ്ഞത്. ഇത് ശരിക്കിനെ കണ്ടം ചെയ്ത വണ്ടിയാണ്. ആന്നേ, പ്രോപ്പർ പേപ്പറോടുകൂടി നമുക്ക് തന്നാക്കുന്നത്. ശരിക്കിനെ. അതിന് ഇതിൻ്റെ അകത്ത് ഒരു സാധനം പോലും നല്ലയില്ല. നല്ല ഒരു ഊരി എടുത്ത് വണ്ടി വീണ്ടും സ്റ്റാർട്ട് ആക്കിയിട്ട് അപ്പം ഗിയറിടും പറയാം. ഗിയർ 2 കൈ കൊണ്ട് ഇടുന്നത്. ആഹാ കത്താം. ഇതിന് വരാൻ പോകുന്ന ഒന്ന് എയർ ക്ലച്ച് ആക്കും, നോർമൽ ക്ലച്ച് ചെയ്യുന്നു. വരാൻ പോകുന്ന ദിവസം ഞാൻ പറഞ്ഞുതരാം. ആഹാ കിട്ടു. നമുക്കിനി നോർമൽ ക്ലച്ച് മതി കേട്ടോ. നോർമൽ ക്ലച്ച് മതി. ഇതെന്താണാവോ ഇത് ഉദ്ദേശിക്കുന്നത് അറിയത്തില്ല. എന്താ ഉദ്ദേശിക്കുന്നത്? വീഴുന്നില്ലെന്ന്. ഗിയർ വീഴുന്നില്ല. നമ്മളെ പോലെ തന്നെ ഇവിടെയുള്ള അപ്പൂപ്പന്മാരും എല്ലാവരും ഇതേപോലെ നോക്കിയിരിക്കട്ടെ. പുള്ളിയുടെ തിരുമ്പ് കണ്ടോ? ഗന്ദ അച്ചായ
അച്ചായ ആൻസേ നല്ല പേര് പറയുന്നത്. എന്നാൽ പുള്ളിയുടെ അങ്ങോട്ട് വെക്കാൻ പറ. കോൺസാ മേക്കിംഗ് എയർ ടാങ്കിന് ചെറിയ പ്രശ്നമുണ്ട് കേട്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ റേസ് ആവില്ല. എനിക്കൊന്ന് ടാങ്ക് ഫുള്ളാവുന്നില്ലെന്ന് തോന്നുന്നു കേട്ടോ. അല്ലെങ്കിൽ എയർ ശരിക്കും ലീക്കുണ്ട്, എയറൊക്കെ ലീക്കുണ്ട് കേട്ടോ. ഒന്നും നോക്കണ്ടേ, എല്ലാം നമുക്കിത് മൊത്തം അറിയാലോ, നമ്മളിട്ട് നോക്കിയിട്ട് മൊത്തം പോകത്തുള്ളൂ കേട്ടോ. റെഡിയാ എവിനെ എയർ ലീക്കുണ്ട്, ആ മറ്റേ പോക്കോഴയിൽ ലീക്കുണ്ട്. ശ്രദ്ധിക്കണേ, 2 സാധനം നമുക്ക് മാറ്റണം. പുള്ളി പഠിച്ച പണി 18 നോക്കി. ഏതോ 2 ഗിയറിനാ പ്രശ്നം. എന്നോട് ചെല്ലാം വാടാ. വാടാ ലിവി, ഇതറിയാ വാടാ വാടാ പക്കടോ. सीधा है ना, सीधा जाना है ना. हाँ ठीक है, हाँ ठीक है. अब आएगा नहीं आएगा? हाँ मैं दोनों भी आएगा ना. हाँ सस्ता में. ഒരു വെള്ളം മേടിച്ചിട്ടാ, हाँ കയറിക്കോ. വെള്ളം മേടിച്ചിട്ടാ അല്ല പെട്ടു. വെള്ളം മേടിക്കാണ്. നമ്മളെ വണ്ടി ഓടിക്കാൻ പോവുകയാണ്. ജീവിതത്തിൽ ആദ്യമായിട്ട് അങ്ങനെ സ്റ്റാലിൻ ഓടിക്കാൻ പോകാട്ടോ. അതായത് പുള്ളിക്കെല്ലാം അറിയാം, പുള്ളിക്ക് ലൈസൻസ് ഇല്ല, പുള്ളിക്ക് 2 വീലറിൻ്റെ ലൈസൻസ് ഉള്ളൂ. വാങ്ങാത്തോലിക്കൊരു ഇതുപോലും ഇല്ല കേട്ടോ. എന്നാ ചൂടാ, മിറർ പോലും അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല. അത് കുഴപ്പമില്ല, നീ ഓടിച്ചു. ക്ലച്ച് എവിടെയാണെന്നറിയോ? അങ്ങ് താഴെ തോപ്രാങ്കുടിയിലാണ് ക്ലച്ച്. കാലെത്തുന്നില്ലേ നിന്റെ? കാലെത്തുന്ന സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യണം. തന്നെ കിടത്തി ഗിയർ വീണില്ല. ഇത് ന്യൂട്രൽ. ടൈറ്റ് അല്ലേ? ന്യൂട്രൽ. നോക്കട്ടെ. അങ്ങനെ വീഴാൻ പാടില്ല കേട്ടോ ശരിക്കിനെ. അങ്ങനെ ശരിക്കും വീഴാൻ പാടില്ല. വണ്ടിക്ക് ക്ലച്ചും കുറവാ. വണ്ടിക്ക് ക്ലച്ചും കുറവാ. ഒന്ന് ഓടിച്ചേ. ഒരു ഇത് വേറെ ഗിയറിലാണ് ഓടുന്നത്. തുള്ളിച്ചൊക്കെ ഗിയർ മാറ്റണേ, ഗിയർ മാറാൻ. ഗിയർ വീഴുന്നില്ല. ഇല്ലല്ലോ, ഗിയർ വീഴുന്നില്ല. അവനെ സ്പീഡിൽ പോയിട്ട് കാല് കൊടുക്കവരെ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓ ക്ലച്ച്, ഇവന് ഈ വണ്ടി ക്ലച്ചില്ല, അടിയിലാ. ക്ലച്ച് മാറാൻ ഓടിക്കാനേ പറ്റുന്നില്ല. ഒരു സുഖമില്ല കേട്ടോ ഓടിച്ചിട്ട്. ഇത് അങ്ങോട്ട് ഞാക്കം മുക്കെന്ന് പറഞ്ഞ് പോവുക. ഇത് അങ്ങോട്ട് ഉരുണ്ടുരുണ്ട് പോവുക അല്ലേ? ഏതോ ഒരു സൈഡിലോട്ട് വണ്ടി പിടുത്തമുണ്ട്. നോക്കട്ടെ. ഇപ്പൊ ഏതൊരു ഗിയർ കിട്ടി. ഗിയറാ? ഏതൊരു ഗിയർ കിട്ടി. കംപ്ലൈന്റ് എന്താന്ന് ചോദിച്ചാൽ ഗിയർ വീഴുന്നില്ല അല്ലേ? ഇതെങ്ങനെ ഈ മാങ്ങാത്തോലി അവിടുന്ന് ഇത് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു വളച്ച് പോകണ്ടേടാ. ടയറ് ശരിയല്ല കേട്ടോ. ഓടിക്കുന്ന ഒരു രീതിയിലുള്ള ഇതും ആ ഒരു ഫീലിംഗ് കിട്ടുന്നില്ല. ഹൈറ്റിലാ ഇരിക്കുന്നതെന്ന് പറഞ്ഞാലുവേ ആ ഒരു 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 ഇത് കിട്ടണ്ടേ. അപ്പുറത്തെ സൈഡ് വീല് കറക്റ്റല്ല. അപ്പുറത്തെ സൈഡ് വീല് കറക്റ്റല്ല. അതെ തുള്ളി തുള്ളി കളിക്കുന്നുണ്ടല്ലേ? അറച്ചു അപരാധമാണല്ലോ എടാ. ഇൻഡിക്കേറ്ററും കുഴപ്പമൊന്നുമില്ല. നോക്കി 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 എടുത്താൽ മതി. അപ്പൊ എന്തൊക്കെയോ വണ്ടിക്ക് പ്രശ്നമുണ്ട്. ഇതിന് അയിലിട്ട് വളക്കണം സാധനം. എന്തൊക്കെയോ കുഴപ്പമുണ്ട്. കുതിര ചാടുന്ന പോലെ ചാടും ഈ വണ്ടി. അങ്ങോട്ട് ഒടിഞ്ഞ് അങ്ങോട്ട് കിട്ടുന്നില്ല കേട്ടോ അല്ലേ? ടയറിനൊക്കെ എന്തൊക്കെയോ പ്രശ്നമുണ്ട്. അതെ അതെ അല്ലേ? നമ്മക്കേ ആ വണ്ടി മാറിയിട്ട് എടുക്കാവനെ. ആ വണ്ടി മാറിയിട്ട് എടുക്കാം. നോക്കണേ, നിന്ന് പോവുക. ക്ലച്ചില്ല വണ്ടി. ഇത് ക്ലച്ചില്ല. ഇവിടെ ഞാൻ നിന്ന് പോയുള്ള അവസ്ഥ ആലോചിച്ച് നോക്കി. ക്ലച്ചില്ല, ഞാൻ പറഞ്ഞ പോലെ ക്ലച്ച് വീഴുന്നത് വേറെ ഗിയറില്ല. റിവേഴ്സ് വേണേ. ഫസ്റ്റ് നോക്കിയെടുക്ക. എനിക്ക് വണ്ടി ഇല്ല, ഞാൻ വാങ്ങാൻ ഭാഗ്യം കേട്ടാ. നോക്കി
വണ്ടി 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 എനിക്ക് ഫുള്ള് പണി പാളിയില്ലേ ഇവനെ. അതിനങ്ങോട്ട് കൊടുക്കുന്നേ കിട്ടണ്ടല്ലേ? ഒടിഞ്ഞ് കിട്ടുന്നില്ല. അങ്ങോട്ട് പോയിട്ട് ആരും ഇരിക്കുന്നത്? ഇനി ഇവിടെ റിവേഴ്സ് എടുക്കാം നമുക്ക്. അവിടെ റിവേഴ്സ് വെക്കാം. എവിടെ? അവിടെ 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 ഫ്രണ്ടിലോ? ഫ്രണ്ടിലോ? ആ, എന്തിനാ നമ്മൾ അതിൻ്റെ അകത്ത് കിടന്ന് കുസ്തി കളിക്കുന്നത്? ഇതിനെങ്ങനെ വഴി? വഴി ദൈവത്തിന് അറിയാം. അവിടെ റിവേഴ്സ് വെക്കാൻ സ്ഥലം ഉണ്ടോടാ? അവിടെ പോലീസുകാർ. ആ പോലീസാണ് ഇപ്പം നമുക്ക് തന്നെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നേരെ വേക്കോട്ട് പോയിട്ട് ഇങ്ങനെ വെക്കാം അല്ലേ? വേക്ക് വണ്ടി ഉണ്ട് തൊട്ടടുത്ത വേക്ക് വണ്ടി. ഇതിനൊരു സഹകരണമില്ലാത്ത അവിടെ വെക്കുക. അതെ വേക്ക് പറഞ്ഞുതരാം. വണ്ടി ഉണ്ടോ വെക്കില്ല? വേക്ക് വണ്ടിയാണ് ഫുള്ള്. ഞാൻ മാറ്റിക്കാം. ഇത് പിടിച്ച് ഞാൻ നീ പേടിക്കുന്നുണ്ട്? നിങ്ങൾ ഇനിയും വണ്ടിയാ തൊട്ട് വേക്ക് വണ്ടിയാ. വേക്ക് വണ്ടിയുണ്ട്. വേക്ക് വണ്ടിയാ വേക്ക് വണ്ടിയാ ഇടുന്നില്ലടാ. വേക്ക് വണ്ടിയാ. ഇല്ല ഇല്ല. ആ പോയി പോയി പോയി. എടുത്തോ 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 എടുത്തോ. പോട്ടെ 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 പോട്ടെ. ആയില്ല ആയില്ല. പോട്ടെ പോട്ടെ. വന്നില്ലേ? നേരെ പോവോ? പിന്നെ വണ്ടി 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 ക്ലച്ച് ഇല്ല കേട്ടോ. റെഡി? ആ പോട്ടെ പോട്ടെ. ആ സൈഡിൽ അടിക്കല്ലേ? ആ സൈഡിൽ പിള്ളേരുണ്ട്. പോയോ? ആ എടുത്തോ 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 എടുത്തോ. ആ മതി മതി മതി. എടാ ആ വീഴുന്ന ഫസ്റ്റ് ഗിയറാ കേട്ടോ. പക്ഷേ സാധനം ഫസ്റ്റ് ഗിയറാ. ഇത് ക്ലച്ചില്ലേ വണ്ടിക്ക്? പണ്ടാരത്തിനെ ഇവിടെയാണ് ഒരു തുള്ളി സ്ഥലവും ഇല്ല. ക്ലച്ചും ഇല്ല. അതേപോലെ ഈ വണ്ടിക്ക് ഗിയർ ശരിയല്ല അല്ലേ? ക്ലച്ചില്ലല്ലോ. പോട്ടെ പോട്ടെ പോട്ടെ. ക്ലച്ചില്ലടാ. ക്ലച്ചില്ല. ഇടുമ്പോ അന്തിപ്പണി കഴിഞ്ഞാ ഗിയർ വീഴണ്ടേ? സാധാരണ ആ ടയറിന്റെ എന്തോ വിഷയമുണ്ട്. ആ ടയറിന് എന്തോ പ്രശ്നമുണ്ട്. സാധാരണ ലൈലാൻഡിനൊക്കെ പെട്ടെന്ന് ഗിയർ വീഴണ്ട. ഈ സൈഡ് കാറുണ്ടേ. നോക്കണേ നോക്കണേ. കാർ അടുപ്പിച്ച ഇങ്ങനെ എടുത്ത് പെണ്ണോട്ട് എടുക്കുക. ക്ലച്ച് താങ്ങി അല്ലാതെ ഈ സാധനം ഓടൂല കേട്ടാ. ഇത് സെക്കൻഡ് ഗിയറിലോ ഫസ്റ്റ് ഗിയറിലും കാനാ. ഇത് ഫസ്റ്റ് ഗിയറാ. ഇത് വീഴുന്നത് കറക്റ്റായിട്ട് വീഴുന്നില്ല. സെക്കൻഡ് ഗിയർ വീണില്ലോ. എൻ്റെ മോനെ എൻ്റെ ഇങ്ങനെ ഓൺ അടിക്കുന്നത്. ഇതിനിപ്പോൾ ഇതൊക്കെ ഉള്ളൂ. റോട്ടിൽ നിന്ന് ഇറക്കണ്ട കേട്ടാ. റോട്ടിൽ നിന്ന് പുറത്ത് പോകണ്ട. ഇത് മറ്റേ പ്രശ്നമുണ്ട്. ഇതിനെല്ലാം പ്രശ്നമുണ്ട്. ഇതല്ല ടയർ കിട്ടൂല കേട്ടോ. നാട്ടിലെത്തുമ്പോഴത്തേനും ടയർ കിട്ടൂല. എന്നാ തുള്ളലാടാ. ആ തുള്ളല് ഭയങ്കര. അങ്ങനെ തുള്ളല. അവരിട്ട് തിരിക്കലുണ്ടല്ലോ. തുള്ളല് മാത്രമല്ല ആ മറ്റേ ടയർ ശരിയല്ല. അതായത് നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല ഈ സാധനമേ. ഇനിയും ചൊവ്വാങ്ങനുണ്ട്. എടാ പക്ഷെ നേരത്തെ വിറവില് മാറിയിട്ടാ. ഏതാ? ഗിയർ മാറ്റി ഓടിക്കാൻ പറ്റൂല. തുള്ളല വണ്ടി തുള്ളല. അവിടെ തിരിക്കാമായിരുന്നു. അവിടെ നമ്മൾ തിരിക്കുന്നില്ല കേട്ടോ. സംഭവം വേറെ ഒന്നുമല്ല. അവിടെ റൗണ്ട് അബൌട്ട് ഇല്ല. അതായത് അവിടെ യൂട്ടേൺ അടിക്കണ ഈ സാധനം എപ്പം ക്ലച്ച് ചവിട്ടുന്നോ അപ്പം നിന്ന് പോകും. അതുകൊണ്ട് സാധനം അങ്ങനെ ചെയ്യുന്നേ. പണിയെടുത്ത് ചൊവ്വായിട്ടില്ല. എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. ഒരു പിടുത്തമല്ലോ കേട്ടോ സാധനം. സർദാർജി ഒന്ന് ഓടിച്ചു വരാനാ പറയുന്നത്. ഓടിച്ചു വന്നു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ പറഞ്ഞു തരാമെന്നാ പറഞ്ഞത്. അതിന് ഇത് തെക്കോട്ട് പിടിച്ച വഴക്കോട്ട് ക്ലച്ച് ചവിട്ടിയാൽ ഓഫായി പോകും കേട്ടോ. ഇതിപ്പോൾ ഫസ്റ്റില് സെക്കൻഡിൽ വിട്ടാ ഓടിക്കുന്നത്. നമുക്ക് അവൻ്റെ അടുത്ത് പോയാലോ? മിറർ പോലും ഇല്ല.
പോലും. അവന്റെ അടുത്ത് പോയാലോ? അവന്റെ അടുത്ത് പോയാലോ? അതിനാ മറ്റേ ഇവന്റെ അടുത്ത് നമുക്ക് വണ്ടി തന്നവന്റെ അടുത്ത് ഇതിലിട്ട് റൗണ്ടാക്കി അതിൽ റൗണ്ട് അടിക്കാം. മറ്റാവുമ്പോൾ നമ്മളിരുന്ന് ഇഷ്ടായണ വരയ്ക്കേണ്ടി വരും. വണ്ടി ഇപ്പൊ സെക്കൻഡ് ഗിയർ ആണ് തോന്നല്ലേ? ഫസ്റ്റ് നോക്കണം കേട്ടോ, വണ്ടി റിവേഴ്സ് വീഴാതെയാ. നേരത്തെ അങ്ങനെ വീണു. നേരത്തെ വീണ് നേരെ റിവേഴ്സ് കയറിയിട്ട് ഇതിന്റെ റിവേഴ്സും ഫ്രണ്ടാ അല്ലേ? അവള് ചെല്ലുമ്പോഴത്തേക്കുണ്ടല്ലോ ഇതിന്റെ ഒരുപ്പെട്ട സാധനങ്ങളൊക്കെ ഇത് ഹീറ്റൊക്കെ ഇത്ര കയറി നിൽപ്പുണ്ട്. അറിയത്തില്ല എന്താവും എന്നുള്ളത്, നോക്കട്ടെ. ഇപ്പൊ ഇത് ഒരു ഇച്ചിരി ഇതാക്കി ഓടിച്ചു കഴിഞ്ഞാൽ എല്ലാം പണിത് കിട്ടും. നമ്മളായ സമയത്ത് കിട്ടുക സ്റ്റാർട്ടായി എന്ന് വിചാരിച്ച് ഇതും കൊണ്ട് പോയി കഴിഞ്ഞാൽ പ്രത്യേകം പറയണം കേട്ടോ. മറ്റേ സാധനം ഇല്ലെന്താ? ഏതാടാ ഈ റൗണ്ട് അബൌട്ടില്ലേ, ഈ വണ്ടി ആയതുകൊണ്ട് എല്ലാവരും നിർത്തി തരും കേട്ടോ. അല്ലാത്ത പക്ഷം നമ്മൾ അതിലിട്ട് തിരിക്കാൻ വേണ്ടി നോക്കി. ഒരു വിധത്തിൽ ആ റൗണ്ട് അബൌട്ട് കഴിഞ്ഞു. ഇനി ഇല്ലില്ല ഭാരത് ബെൻസ് ആ സൈഡ് വണ്ടി ഉണ്ടോടാ? ഇല്ല ഉണ്ട് ഓർമ്മ കയറി വരുന്നുണ്ട്. പോയവൻ പോയി ഈ ബൈക്ക് കയറി വരുന്ന കേട്ടോ പാട് അല്ലേ? ഇൻഡിക്കേറ്ററും കുടമൊന്നുമില്ല അവിടെ ഒന്നും കാണത്തുമില്ല. പോട്ടെ നീ ആ സൈഡ് ഒതുക്ക്. ആ സൈഡിലോട്ട് വണ്ടി വരും. അതിലവിടെയുള്ള വണ്ടി ഉണ്ടോ? പോട്ടെ അവന് വേണം ഒതുക്കിക്കോളും. പോട്ടെ. നമ്മള് മര്യാദയ്ക്ക് വണ്ടി ഓടിക്കാതെ വെച്ച് ഇവരോട് സമ്മതിക്കൂല അല്ലേ? വണ്ടിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ട് കേട്ടോ. ഈ കണ്ടീഷൻ ശരിയല്ല കേട്ടോ. ടയർ പോലും മറ്റേ അലോയ്മെന്റ് പോലും കറക്റ്റ് അല്ല. അത് മറ്റേ ടയറൊക്കെ മാറ്റിയാലേ ശരിയാവും. അല്ല ഇവനെ ഈ വണ്ടിയുടെ ടയർ ഒരു വശത്തോടെ ഇരിക്കുന്ന കണ്ടില്ലേ നീ? അത് ടയർ വലിപ്പ വ്യത്യാസം ഉണ്ടെന്ന്. അല്ലെന്ന് അതിന്റെ പ്രശ്നമല്ല, ഒരു വശത്തോട്ട് ടയർ ചെരിഞ്ഞായിരിക്കുന്നത്. ഈ ഇവിടുത്തെ സൈഡ് അത് ഇവിടെ വലിയ ടയർ അവിടെ ചെറിയ ടയറുവാ. അതാ വണ്ടി അങ്ങോട്ട് പോകുന്നത്. വെറുതെ പറയല്ല എന്തേലും ഗൈസ്. അതായത് ഇതിപ്പോൾ ഈ ഒരൊറ്റ ഗിയറില്ല, ഞാനിപ്പോൾ അടുത്തല്ലോ. ഇനി ഒരേ ഗിയർ ഇട്ട് നോക്കട്ടെ. സെക്കൻഡ് ഗിയർ. ഇത്ര നേരം നമ്മൾ ഒരു ഗിയറിലാണ് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പം വണ്ടി സെക്കൻഡ് ഗിയറിലിട്ടു. ഇനി അടുത്ത നമ്മൾ ഒരു കാരണവശാൽ റിവേഴ്സ് വീണാക്കല്ലേ. അതായത് വണ്ടി പോട്ടെ. ഓട്ടോ ചവിട്ട് പോലും ഇല്ല അല്ലേ? സെക്കൻഡ് ഗിയർ വീഴുന്നില്ലല്ലോ. തേർഡ് വീഴുന്നുണ്ടോ? ഫോർത്ത് ഇട്ട് നോക്കിയേ. അല്ല തേർഡ് ഇത് ഫോർത്താ. ഫിഫ്ത്തിന് ഇടാൻ പോവാ. അടുത്തിട്ട് നോക്കിയേ. ഫിഫ്ത്ത് പക്ഷേ ഈ സ്പീഡിലാവൂല. ഫിഫ്ത്ത് ഈ സ്പീഡിലിട്ട് കഴിഞ്ഞാൽ നിന്ന് പോവാ. ഫിഫ്ത്ത് വീടുന്നുണ്ടോ? ഫിഫ്ത്തും വീണു കേട്ടോ. അടുത്തേതാ? ഇനിയില്ല, കഴിഞ്ഞില്ല. ഇതാ ഇവിടെ എത്തി. ഓക്കെ ഫസ്റ്റും സെക്കൻഡും പിന്നെ വീഴുന്നില്ല. അപ്പൊ ഗിയറാണ് പ്രശ്നം. എന്നാ വീഴുന്നില്ലല്ലോ. പറയട്ടെ. ലോക്കായില്ലേ? പുള്ളിക്കാരനെ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ തരപ്പെടുത്തി കേട്ടോ. എന്തുകൊണ്ടാണ് പ്രശ്നം എന്ന് വെച്ചാൽ ഈ ടയർ ചെറുതാ, ആ ടയർ വലുതാ. അപ്പോൾ അതുകൊണ്ടാണ് ഈ സാധനം ഇങ്ങോട്ട് തള്ളുന്നത്. പിന്നെ ബ്രേക്കൊന്നും അങ്ങനെ ചവിട്ടാനുള്ള സമയമൊന്നും മര്യാദയ്ക്ക് കിട്ടിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു സ്ഥലത്ത് ആൾക്കാർ നിർത്തിയില്ല കേട്ടോ. മറ്റേ ഈ എന്നാ പറയുക, ഓടിക്കുമായിരുന്നല്ലോ. അവിടെ പോലീസുകാരൻ നിന്നാണ് മാത്രം ഇത് റിവേഴ്സ് അടിച്ചു. എന്നെ പുള്ളിക്കാരൻ എന്നാ പറഞ്ഞ ബാക്കിയെല്ലാം വണ്ടി ഇങ്ങോട്ട് അടിച്ച് കയറി വരുവാന്ന് വണ്ടിയുടെ ബേക്കിലോട്ട്. വണ്ടിയുടെ ഗിയർ മാറ്റാൻ പറ്റണ്ടേ? നീ അതൊന്നും കണ്ടില്ല? ഞാൻ എല്ലാവരും ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ പോലീസുകാരനോട് റിവേഴ്സ് ഫസ്റ്റ് സെക്കൻഡ് ബാക്കി എല്ലാ ഗിയർ ഞാൻ വരുന്ന വഴിക്ക് ഇട്ട് നോക്കി. ക്ലച്ച് അതായത് നമ്മൾ ന്യൂട്രലാക്കാൻ വണ്ടി ഓഫായി പോട്ടെ. ഇവിടെ വന്നപ്പോഴും നമ്മൾ ന്യൂട്രലാക്കി വണ്ടി, അപ്പാടെ വണ്ടി ഓഫായി പോവാ. എൻ്റെ അമ്മേ, കുതിരയ്ക്ക് ഇതിലും കൂടുതൽ, കുതിരയുടെ മേളിൽ ഇതിലും കൂടുതലിരുന്ന് ഓടിക്കുക കേട്ടോ. അമ്മാതിരി കുലുക്കുക. പിന്നെ സ്റ്റിയറിംഗ് ഒരു സൈഡിലേക്ക് വണ്ടി ഇങ്ങനെ പോവുക കേട്ടോ. ഒരു സൈഡിലേക്ക് വണ്ടി പോവുക. ഇവരിങ്ങനെ നോക്കിയിട്ട് കാര്യമുണ്ടോ? അതിനാ ഗിയർ ബോക്സ് അയച്ചു പണിയുണ്ടേ. അത് ഗിയർ ബോക്സിന്റെ ആണോന്നില്ല. ഇവനെ ഗിയർ ബോക്സിന്റെ കംപ്ലൈന്റ് അല്ല, ഞാനോട് വിളിച്ചു ചോദിച്ചോ. അത് എല്ലാ ഗിയർ ഇടുമ്പോൾ ഒരേപോലെ ഏതെങ്കിലും ഒരു അങ്ങനെയല്ലത് ഞാൻ പറഞ്ഞുതരാം. അതായത് ഒന്ന് ഇത് സെറ്റ് ചെയ്തതിൽ വിഷയമുണ്ട്. എല്ലാ അവന്മാർ പറഞ്ഞാലും അത് സാധനം വീഴുന്നുണ്ട്. എൻ്റെ ഇവനെ അങ്ങനെ വിഷയം വരുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല്ല് പോയതാ കണ്ടോ, തെന്നിപ്പോന്നു. പോയതാണെങ്കിൽ വീഴുമല്ലോ. പല്ല് വീഴുന്ന സാധനമാണ് ഈ വീഴുമ്പോൾ തെന്നിപ്പോന്ന് കിടകിടാന്ന് വെച്ചാൽ ആരോടും വിളിച്ചു ചോദിച്ചോ. അങ്ങനെയല്ല ഗിയർ ബോക്സ് മാറ്റുന്നത്. ക്ലച്ച് ഇല്ലെങ്കിൽ വണ്ടി നീങ്ങൂല. അതായത് ക്ലച്ച് കുറവാണുണ്ടല്ലോ വണ്ടി നീങ്ങൂല. വണ്ടി ഇങ്ങനെ ഇരച്ചോണ്ടിരിക്കും. പക്ഷെ ഇത് ഇരയ്ക്കുന്നില്ല. നമ്മൾ എടുക്കുമ്പോൾ സാധനം നീങ്ങുന്നില്ല. അപ്പോൾ ക്ലച്ചിൻ്റെ അല്ല, ഗിയർ ബോക്സിൻ്റെ ആണെങ്കിൽ തന്നെ അത് നമുക്ക് കറക്റ്റ് ഇടുമ്പോൾ ഇങ്ങനെ സ്ലിപ്പ്. ഇതെന്തോ സെറ്റ് ചെയ്തതിൽ വിഷയമാണ്. 1, 2, 3 പ്രശ്നമില്ല. അല്ല 1, 2 അത് റണ്ണിങ്ങിലാണ്. ആ റണ്ണിങ്ങിൽ അത് വീഴും. അവിടുന്ന് ഇവിടെ വരെ സ്മൂത്തായിട്ട് റണ്ണിങ്ങിലാണ്. ഇത് തുടക്കത്തിലാണ് വിഷയം. അതെന്തോ സെറ്റിങ്ങിൽ വിഷയം വന്നാക്കുന്ന 100% ഉറപ്പാണ്.
വണ്ടിക്ക് ക്ലച്ചിന് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും വണ്ടി ഇങ്ങനെ ഭയങ്കര എരപ്പായിരിക്കും. പക്ഷെ ആ എരപ്പൊന്നും അങ്ങനെ കാണുന്നില്ല കേട്ടോ, വലിയ എരപ്പൊന്നും. അന്ന് ഞാൻ ക്ലച്ച് പറയുന്ന അത്ര നല്ല ക്ലച്ചല്ല, പക്ഷെ അത്യാവശ്യം ഞാൻ അന്ന് ആ മറ്റേ ഓടിച്ച് ക്ലച്ച് കത്തിച്ച് കളഞ്ഞ് ഇതേപോലെ ആയിരുന്നു കേട്ടോ. വണ്ടി കിടന്ന് ഇറയ്ക്കുന്നതുണ്ടായിരുന്നു. പക്ഷെ വണ്ടി നമ്മൾ ഐശ്വറിന് ഗീർ വീഴുന്നുണ്ട്, ഗീർ വീഴലിന് കുഴപ്പമില്ല. പക്ഷെ ഇത് എന്തുകൊണ്ട് ഗീർ വീഴുന്നില്ലെന്നുള്ള. ഞാൻ ഫസ്റ്റാന്ന് പറഞ്ഞ ആദ്യം ഇട്ടില്ലേ, അത് റിവേഴ്സ് ആയിരുന്നു. അതാ വണ്ടി വെക്കോട്ട് പോയ. റിവേഴ്സും ഫസ്റ്റും ഇടാനേ പറ്റുന്നില്ല. അപ്പോൾ ഫസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ എനിക്കത് ക്ലച്ച് കംപ്ലൈൻ്റ് ആണ്, നീങ്ങൂല. പക്ഷേ വണ്ടി നീങ്ങുന്നുണ്ട്, ഗീറിടാൻ പാടില്ല. പിന്നെ അതേപോലെ തന്നെ വണ്ടി ക്ലച്ചേന്ന് ഇപ്പം നമ്മൾ ന്യൂട്രാക്കിയിട്ട് ക്ലച്ചേന്ന് കാലെടുത്ത് ഓഫായി പോകും. പിന്നെ അതേപോലെ തന്നെ ഇപ്പം നമ്മൾ ഗീറുമ്പോൾ ഇപ്പോൾ ഫസ്റ്റ് കൊണ്ട് നിർത്തിയെന്ന് വിചാരിച്ചോ, ക്ലച്ച് ചവിട്ടി അപ്പം വണ്ടി ഓഫായി പോകും. അതെനിക്ക് തോന്നുന്നുണ്ട് RPM ഇന്നലെ കുറച്ചായിരുന്നു ഇവര്. നോക്കട്ടെ. ആണല്ലേ, ആണല്ലേ അല്ലേ. ഞാനെന്തായാലും ഇത് ഇവിടുന്ന് കുറേ ഓടിച്ചിട്ട് തന്നെ ഞാൻ ഇവിടുന്ന് വണ്ടി എടുക്കുള്ളൂ, അല്ല എടുക്കൂല. കാരണം ഇത് ഊമ്പിപ്പോവും അല്ലേ വഴിയിൽ, ആരും പണിയൂല. ആരും പണിയില്ല വഴിയിൽ. പിന്നെ ക്ലച്ച് ചവിട്ടുമ്പം പിന്നെ ക്ലച്ച് അങ്ങ് താഴെ ഉള്ളൂ. സാധാരണ നമ്മൾ മേളിൽ നിന്ന് ചവിട്ടുമ്പോൾ ക്ലച്ചിൻ്റെ ഫീൽ കിട്ടുന്നുണ്ട്. ഇതങ്ങ് മറ്റേ സാരിത്തുമ്പേ പിടിച്ചിട്ട് അങ്ങോട്ട് ഇങ്ങനെ പോയിട്ട് അവസാനം എന്നാ പറയുക ആ ഒരു ഇത് കിട്ടുക ഇല്ല, അങ്ങ് താഴെ ഉള്ളൂ. ആണോ? അപ്പൊ എന്നാ ചെയ്യണ്ടേ, ക്ലച്ച് മാറണോ? പറയണ്ട, അവരോട് പറ. ക്ലച്ചിന്റെ സിലിണ്ടറിന്റെ പ്രശ്നമാണ് അല്ലേ? ശരി. എന്തൊക്കെയോ ചെയ്യുന്നുണ്ടോ? ഹിന്ദി അറിയാവോ? ഇല്ലില്ല, ആനച്ചേട്ടൻ ഹിന്ദി അറിയത്തില്ല. ആ അല്ല ആനച്ചേട്ടാ, ഇവർ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, അത് ചെയ്തിട്ട് ഞാൻ ഒന്നും കൂടെ ഓടിച്ചു നോക്കട്ടെ, എൻ്റെ വിളിക്കാം. ഇന്നത്തെ ദിവസം ഞങ്ങൾ കുടിച്ചത് ഇത് 2 കുപ്പി വെള്ളത്തിന് പൈസ കൊടുക്കാണ്ട് ഓർക്കണേ. ഇന്നത്തെ ദിവസം ഞാൻ ഇവനെ കുടിച്ച കേട്ടോ. അതായത് വെള്ളം എത്ര കുടിക്കുന്ന നല്ലതാണ്. ഇനി ഓടിക്കാൻ തരുമായിരിക്കും. അതിന് മിററൊന്നും ഇല്ലെന്ന്, അതുകൊണ്ട് ഓടിക്കാനും പറ്റില്ല, ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ പോലും പറ്റത്തില്ല. നമ്മൾ ആദ്യമായിട്ടല്ലേ ഈ സാധനം ഓടിക്കുന്നത്. ആദ്യമായിട്ട് ഓടിക്കുമ്പം എന്തായാലും ഒരു 10-20 കിലോമീറ്റർ കഴിഞ്ഞാൽ ഇതായിട്ട് സെറ്റാവുള്ളൂ. കാരണം ഇവിടുന്ന് അങ്ങോട്ട് ചെറിയ ബുദ്ധിമുട്ടുണ്ടായാലും അങ്ങ് കവലയിൽ പോയിട്ട് ഇങ്ങോട്ട് വന്ന ഫുൾ കീറിട്ടപ്പോൾ എനിക്ക് സംഭവം ഓക്കെ ആയിരുന്നു. പക്ഷേ അപ്പോഴത്തേക്ക് ഇവിടെ എത്തി. അത് ഇനി എന്നാ പുള്ളി നോക്കുന്നത്. ഇനിയിപ്പോൾ ഓടിക്കാൻ വേണ്ടി തരണം, നേരെ പോകും. അടുത്ത റൗണ്ട് ഔട്ട് കിട്ടും, ഓടം വരെ ഓടിക്കും. ആ കാശ്മീർ മറ്റേ ഇതില്ലേ ടോളില്ലേ, അവിടം വരെ ഓടിക്കും. അപ്പോഴത്തേനും മനസ്സിലാവും. ഈ ഓടിക്കാൻ നിന്ന് കഴിഞ്ഞിട്ട് ഒന്നും മനസ്സിലാവില്ല. ആ ടയർ രണ്ട് വലുപ്പമായതുകൊണ്ടാണ് വ്യത്യാസം. ഈ ടയർ ചെറുതും ആ ടയർ വലുതുമാണ്. അപ്പോൾ അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് ഇങ്ങനെ ഏണിച്ചാണ് വണ്ടി ഇരിക്കുന്നത്. പിന്നെ ഇങ്ങോട്ട് സ്റ്റിയറിംഗ് ഇങ്ങോട്ട് വരിക. ബ്രേക്ക് വിട്ട് അറിയാം ഏതൊക്കെ ലൈനർ കറക്റ്റാണെന്നുള്ളത്. അതായത് ഇതിപ്പം എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഇതില്ലേ ക്ലച്ചിൻ്റെ 2 ബൂസ്റ്ററുണ്ട്. ആ ബൂസ്റ്റർ സിലിണ്ടർ അതിൽ ക്ലച്ചും മാറേണ്ടി വരും. അതുപോലെ ഗിയർ ബോക്സിൻ്റെ ഏതോ 2 ഗിയർ പല്ല് പോയിട്ടുണ്ട്, ഉറപ്പാ. ഒരാളെ കൂടെ കൂട്ടുവാണെങ്കിൽ കുഴപ്പമില്ല. ഭയ്യാ ഏ പാക്കറ്റോ സ്ലീപ്പിംഗ് കയറി വരുന്നുണ്ട് കേട്ടോ. तो सीधा वो वाला चौक मिलेगा, राउंड वाला चौक. हाँ നേരത്തെ സീറ്റ് കുച്ച് नहीं है ना. അവിടെ ഇരുന്നോ, അപ്പുറം ഇരിക്കാം. സീറ്റ് ഞാൻ അപ്പുറം ഇരിക്കാം. थोड़ा साइड दे दो यार. बढ़िया ना. അത് भैया बंद करेगा. यस ഓക്കെ. ക്ലച്ചിൽ എന്തോ പ്രശ്നമുണ്ട്. ക്ലച്ചിൽ നിന്നാണ് കിരിക്കിൻ്റെ സൗണ്ട് വരുന്നത് അല്ലേ? देखो एयर गलत अടിച്ചെന്നാ പറഞ്ഞത് വിളിക്കാൻ. थोड़ा रिवर्स करेगा. ऐसे नहीं लगेगा, थोड़ा दबा के लगाओ, दबा के. है ना, नहीं है
नहीं है भैया പൊളിക്ക് हाँ ठीक है बे पीछे देखो पीछे देखो बाबा बहुत जगह है बाबा बाबा बहुत है ना हाँ ठीक है एक रिवर्स में ठीक है थोड़ा दबा के लगाना है रिवर्स കട്ടില്ലേ नहीं पहला गियर लगाओ ना പിന്നെ ഫസ്റ്റ് ഇട് നീ തേർഡിലോട്ടും കണ്ടാ പോന്നെ ये देखो हाँ जी फर्स्ट है ना ठीक है ना ये है भाई जाने दो अभी फर्स्ट है हाँ, देखो सेकंड है नहीं 3 थोड़ा स्पीड में जाएगा इसमें का चेंज करें अभी फर्स्ट है ना हाँ फर्स्ट है ना हाँ ठीक है ठीक है देखो लगाओ अभी സെക്കൻഡ് ലിവിന ഏതാ ഇപ്പൊ സെക്കൻഡ് വലിയ കുഴപ്പമില്ല കേട്ടോ ഇല്ല ചെറിയൊരു പിടുത്തമുണ്ട് എന്നാലും പിടുത്തമുണ്ട് പിന്നെ ക്ലച്ചിനും പ്രശ്നമുണ്ട് ക്ലച്ച് റിലീസ് ചെയ്യുമ്പോൾ സൗണ്ട് വ്യത്യാസം കണ്ടില്ലേ ലിവിന ആ ഇവര് പണി കഴിഞ്ഞെന്ന് പറയല്ലോ गियर लगाओ गियर थर्ड में जाएगा उधर गाड़ी है ना नहीं है ना क्लच दबाओ हाँ क्लच पूरा है लगा या नहीं अभी थर्ड है ना हैं अभी थर्ड है ना എന്നാലും വ്യത്യാസം ഇല്ലേ അവനെ നേരത്തെ നമ്മൾ ഓടിച്ചാലും ചെറിയ വ്യത്യാസമുണ്ട് നോക്കട്ടെ അല്ല എന്നാലും കുഴപ്പമില്ലേ ബേക്ക് വണ്ടി ഉണ്ടോടാ മിററും പറയൊന്നും ഇല്ലാത്തോണ്ട് ഇത് എങ്ങോട്ട് നോക്കി ഫുള്ള് വണ്ടിയാ ഫുള്ള് വണ്ടിയാ ആ ലോറിയുടെ പീച്ച പോയാൽ മതി അതാ ബെറ്റർ അവനെ എങ്ങോട്ടാ ഈ പറയി അടിച്ചോണ്ട് ചക്രശ്വാസം വിളിച്ചാണ്ട് ഇത് ഓടിക്കുമ്പോഴാ ബസ്സാണ് जान दो आगे हाँ मैं आगे जाएगा ना अभी ज्यादा गाड़ी है ना गिर क्या करेगा പിന്നെ മാരോ ഒച്ച മാരോ അല്ലേ നല്ല സൗണ്ടിലൊക്കെ നല്ല ഹോൺ വരുന്നുണ്ട് കേട്ടോ പല വണ്ടികളും അതിനിടയ്ക്ക് സർദാർജി അവിടെ മറ്റേ സാധനം കൊണ്ട് വണ്ടി മുന്നോട്ട് പോകൂല ഇത് ഫുള്ള് ബ്ലോക്ക് ആവുനെ लगाओ अभी गियर किधर कितना लगाओ ये लगता है या नहीं कौन सा गियर लगा रहे हो आप എന്നാ लगा या नहीं अभी अभी एक पीछे है ना एक पीछे है ना हाँ എടി ഇവിടെ ഡിമാർട്ട് ഉണ്ടല്ലേ ഇതാ ഡിമാർട്ട് പത്താങ്കോട്ട് ഡിമാർട്ട് ഓ ഇവിടെ ഉണ്ടല്ലേ പത്താങ്കോട്ട് ലാസ്റ്റ് ഗിയർ ഇവിടെ വന്ന് നമ്മൾ എന്തോ സാധനം लगाओ ना अभी गियर അഭി एक ही है हाँ ठीक है अभी ഇനി എത്ര ഉണ്ട് എനിക്കൊരു പിടുത്തം കിടന്നില്ല കേട്ടോ ആള് നോക്കണം ആള് ഫ്രണ്ടില് നോക്കി പോട്ടെ ഈ ടയർ ഒരു സൈഡത്തെ കൊള്ളില്ലാത്ത കാരണം ഒരു സൈഡിലോട്ട് വണ്ടി പോകുന്നുണ്ട് കേട്ടോ ആ ട്രാക്ടറുകാരൻ നല്ല ഹോണ്ട തെറി കേട്ടോ പിന്നെ നല്ല ബേക്കിലോട്ട് പോയിട്ടുണ്ട് അത് കാരണം നല്ല ये लास्ट गियर है ना हाँ हाँ ए छः है ना अभी कितना है छः अभी छः है ना हाँ सदमा बैक अच्छा रिवर्स ഗൈസ് ആറാമത്തെ ഗിയറിൽ നിന്ന് അഞ്ചാമത്തിലേക്ക് മാറ്റി നമ്മൾ വിചാരിച്ച പോലെ വലിയ കുഴപ്പങ്ങളില്ല പക്ഷെ എന്നാലും ഉള്ള അലമ്പാണ് എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കണം ഉള്ളല്ലേ ഗിയർ ഇപ്പൊ ഒന്ന് സ്മൂത്ത് ആയിട്ടുണ്ട് ചെറുതായിട്ട് പക്ഷെ അങ്ങനെ പെർഫെക്റ്റ് ആയെന്ന് ചോദിച്ചാൽ സംശയം കേട്ടോ गियर लगाओ जमा कितना है लास्ट है ना हाँ നല്ല സൗണ്ട് ഉണ്ട് ഗിയർ മാറ്റുമ്പോ ഇല്ലേ ഉണ്ട് ഉണ്ട് करता है भाई हाँ? गियर भाई करता है अभी भैया ये क्या है ये न्यूट्रल करने के लिए बंद आएगा क्या है क्या ये न्यूट्रल टाइम बंद आएगा क्या है न्यूट्रल एक मिनट में देखेगा ക്ലാസ് ഇല്ലാത്ത ഭയങ്കര കഷ്ടാട്ടാ ഒന്നും കാണത്തില്ല ഒരു സാധനം കാണാൻ പറ്റൂല ഒരു രണ്ട് ചെറിയ 100 രൂപയുടെ സാധനം അതില്ലാതെ വണ്ടി ഓടിക്കാൻ പറ്റൂല അല്ലേ ഗൈസ് 6 ഗിയർ ഞാൻ ഇട്ടു കേട്ടാ ചില ഗിയർ ഇടുമ്പോഴാണ് വിഷയം എടാ ക്ലച്ച് ഇല്ല വണ്ടി ഡിഫറൻഷ്യലിൽ അവിടെ എന്തോ ഒരു ചെറിയ മനസ്സാവൻസ് ഉണ്ട് ഇപ്പൊ നമ്മളൊരു 60-70 നമ്മുടെ വണ്ടി ഇപ്പം പായുന്നത് അങ്ങനെ പോകാനുള്ള ഇതുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ് വണ്ടി ഓടി എന്തായാലും ദൈവത്തിന് 1000 നന്ദി അതാകട്ടെ സൗണ്ട് കേട്ടോ देखो സൗണ്ട് देखो അമ്പ സൗണ്ടാ ബേക്കില് ഗൈസ് വൺ സൈഡ് ഒരു 10 കിലോമീറ്റർ പോയോടാ ലിബി 10 കിലോമീറ്റർ എന്തായാലും ഓടിച്ചു അല്ലേ വണ്ടി കുറച്ച് ഓടിക്കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു സ്മൂത്ത് ആയി പക്ഷെ എന്നാലും പണി തീർന്നില്ല ഭയങ്കര അലമ്പ സൗണ്ടുകളാണ് തീർന്നിട്ട് ഗിയർ വീടാനൊരു ഭയങ്കര പാട് തന്നെയാണ്
നല്ല പാടുണ്ട് അല്ലേ? പിന്നെ ഭയങ്കര സൗണ്ട്. ക്രോസിംഗ് ആണ് വിഷയം കേട്ടോ. ഇവിടെ കണ്ടോ, എനിക്ക് തോന്നുന്നു രാത്രി റോഡ് അടയ്ക്കുന്നു കേട്ടോ. രാത്രി ചില ദിവസങ്ങളിൽ ഈ റോഡ് അടയ്ക്കുന്നല്ല, മറ്റേ സാധനം ചെക്കിങ്ങിന്. അത് തന്നെ ഞാൻ ഉദ്ദേശിച്ചത്. ചെക്കിങ് ഇവിടെയൊക്കെ നമ്മൾ വന്നാ ഇഷ്ടംപോലെ വണ്ടി ഇട്ടാ. അതെ അതെ അതെ, ഇവിടെ വണ്ടി ഇട്ടിട്ടുണ്ട് നമ്മള്. നടുക്കൂടെ ഇതിൽ ഓടിക്കാൻ പറ്റില്ല, സൈഡിൽ കൂടെ ഓടിക്കാൻ പറ്റത്തില്ല കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഇവന്മാർ ഒരുമാതിരി വിവരമില്ലാതൊക്കെ ഈ DL വണ്ടി മറ്റ് പുറം വണ്ടികളൊക്കെ ഈ മണാലി ജമ്മുവിൽ അവിടെ ഇവിടെയൊക്കെ പോയിട്ട് വന്നിട്ട് ഈ കാണിക്കുന്നത്. നമ്മൾ ഇത്രയും പേര് നല്ല സ്പീഡിലാവുന്നത്. അവസാന ഗിയർ വരെ ഇതിപ്പം 3ാമത്തെ ഗിയർ ഇട്ടാക്കുന്നത് കേട്ടോ. 3ാമത്തെ ഗിയറിലാണ് ഇപ്പോൾ ഈ വണ്ടി ഓടുന്നത്. ഒന്ന് ചാലുവേ കഴിഞ്ഞ് കഴിഞ്ഞാൽ വേണം നമുക്കൊന്ന് ചവിട്ടി കയറ്റിടാം. പക്ഷെ ഫ്രണ്ടിൽ കണ്ടോ വലിയ വണ്ടി ഇതുണ്ടോ, ഒന്ന് വീഴുന്നില്ലല്ലോ. ക്ലച്ചില്ല, വണ്ടി ക്ലച്ചില്ല. ഈ കമ്പനി നല്ലത്.